ഒരുപാട് നമ്മളെല്ലാവരെയും ആഴത്തിൽ സ്പർശിക്കുന്ന പല പല ഭാവങ്ങൾ പുസ്തകത്തിലുണ്ട്. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും വായിച്ചിട്ടുണ്ടാകും. ഞാൻ റെസ്യൂം ചെയ്യാണ് ഇപ്പോൾ. അഥവാ ഇനി വായിച്ചു തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിൽ സ്പോയിലേഴ്സ് ഇല്ലല്ലോ, ഇതൊരു ജീവിതമാണ്. അപ്പോൾ ഇതിൽ സ്പോയിലേഴ്സ് ഇല്ല. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള, നമ്മളെല്ലാവരും വളരെ ഡീപ്ലി പേഴ്സണലായിട്ട് മനസ്സിൽ കരുതുന്ന ഒരുപാട് ഭാവങ്ങൾ, ഒരുപാട് റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾ. ആ ബന്ധങ്ങളിൽ തന്നെ നമുക്കറിയാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ജീവിതം എന്ന് പറയുന്നത്, ഗ്രേ ആണ്. ആ ഗ്രേ ഏരിയയെ എത്ര ആഴത്തിൽ നമ്മളെ ഫീൽ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും സവിശേഷമായൊരു കാര്യം. പലപ്പോഴും നമുക്ക് വാക്കുകൾക്ക് സ്വാദുള്ളതുപോലെ, രുചിയുള്ളതുപോലെ, ചൊവയുള്ളതുപോലെ തോന്നും വായിക്കുമ്പോൾ. പലപ്പോഴും അത് വായിക്കുമ്പോൾ അങ്ങനെ തോന്നാറില്ല. വാക്കുകൾ ഒരു ഇമോഷനായിട്ടേ പോകാറുള്ളൂ സാധാരണ. പക്ഷേ ഈ പുസ്തകത്തിൽ എനിക്ക് വായിച്ചപ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു ആഫ്റ്റർ ടേസ്റ്റ്, അത് ദിവസങ്ങളോളം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് റിലേറ്റബിൾ ആണ്. അപ്പം ഞാൻ ആദ്യം ഇത് കേൾക്കുകയാണ് ചെയ്തത്. ഞാൻ ലോഞ്ച് ഇവൻറ്റിന് പോയിരുന്നു. ലോഞ്ച് ഇവൻറ്റിന് പോയതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞ പുസ്തകം ആദ്യം ഞാൻ വായിച്ചു തുടങ്ങി. 1-2 ചാപ്റ്റേഴ്സ് ഞാൻ വായിച്ചു. പക്ഷെ പിന്നെ ഞാൻ വായന നിർത്തി. കാരണം വായിച്ചാൽ തീർന്നു പോകും. അപ്പോൾ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ വായന നിർത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഓഡിയോ ബുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് അരുന്ധതി റോയ് തന്നെ വായിച്ചു തരുന്നൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതിനുശേഷമാണ് ഞാൻ പിന്നെ വായിച്ചത് ഒരിക്കൽ കൂടി. ഇപ്പോൾ 2 തവണ ഞാനിത് ഈ ഒരു പുസ്തകത്തിലൂടെ ഞാൻ സഞ്ചരിച്ചു. അത് തന്നെ സാധാരണ എനിക്ക് യൂഷ്വലല്ല. ഞാനൊരു പുസ്തകം ഒരു പ്രാവശ്യം വായിക്കാം, 2 തവണ വളരെ റെയറാണ്. പക്ഷെ ഈ പുസ്തകം അത് വാറന്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം അത്രത്തോളം കയറ്റിറക്കങ്ങൾ നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുന്ന വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു യാത്രയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആയിട്ടും എന്നാൽ ഡീപ്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു യാത്രയായിട്ടും ഒക്കെ എനിക്ക് തോന്നി. ഈ പാനലിലെ ഏക സ്ത്രീ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും അതിലെ ഒരു ഫെമിനിൻ ഏരിയ ഞാൻ ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ഒരാൾ സംസാരിച്ച് ഇങ്ങനെ പോകുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇതൊരു കോൺവെർസേഷൻ ആകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അപ്പം ഞാൻ സുധീർ ഏട്ടനിലേക്ക് മയക്കുന്നത്. സത്യത്തിൽ ഇവ പറഞ്ഞ 2-3 തിരിച്ചു പറയാം. ഒന്ന്, ഇതൊരു വ്യക്തിയുടെ പ്രിയപ്പെട്ട പുസ്തകമല്ല, ഇന്നത് ലോകത്തിൻ്റെ പ്രിയപ്പെട്ട പുസ്തകമായിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും പബ്ലിഷിംഗ് ഹിസ്റ്ററിയിൽ ഇത്രയധികം വിപ്ലവാത്മകമായ ഒരു പുസ്തകം 21-ാം നൂറ്റാണ്ടിൽ എന്തായാലും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ട് തന്നെ ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും അതിൻ്റെ പതിപ്പുകളാണ്. ഈ പതിവിൽ അങ്ങനെയില്ല. എല്ലാ നഗരങ്ങളിലും വരുന്നത് റോയ് സംസാരിച്ചു കഴിഞ്ഞു. ലോകത്തിലെ പ്രധാനപ്പെട്ട, ഇന്ത്യയിലൂടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും, ന്യൂയോർക്കറായാലും അറ്റ്ലാന്റിക് ആയാലും, ന്യൂയോർക്ക് റിവ്യൂ ബുക്സ് ആയാലും, കവർ സ്റ്റോറികളും ഇൻ്റർവ്യൂകളും അതിൽ നിന്നുള്ള എക്സേപ്റ്റ്സും ഒക്കെ, അങ്ങനെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. വായനക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് അരുന്ധതിയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. കാരണം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വിറ്റത് 60 ലക്ഷം കോപ്പികളാണ്. അവരെന്തുകൊണ്ട് റിച്ചസ്റ്റ് ആയി എന്നുള്ളതിൻ്റെ ഉത്തരം വായനക്കാരാണ്. 60 ലക്ഷം കോപ്പികൾ വിറ്റൊരു പുസ്തകം. അതേസമയം പുസ്തകമോ അതിൻ്റെ സാമ്പത്തിക വശമോ ഒരിക്കലും കണക്കാക്കാത്ത ഒരു എഴുത്തുകാരിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുസ്തകം നമ്മളോട് കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ട, സത്യത്തിൽ സ്പോയിലേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സ്പോയിലേഴ്സ് ഉണ്ട്. ഇതിലെ ഓരോ പേജും വായിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു വായനയിൽ നിന്ന് തന്നെ പല വായനകൾ കൊണ്ട് പൂർത്തിയാക്കാവുന്ന, അല്ലെങ്കിൽ പല വായനകളിലൂടെ പലതായി നമ്മളിലേക്ക് എത്താവുന്ന ഒരു പുസ്തകം കൂടിയാണിത്.
ഒരു 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 വാക്കിലും അരുന്ധതി നിറഞ്ഞു നിൽപ്പുണ്ട്. അരുന്ധതി ഇതിനെ ഏതെങ്കിലും ഒരു സാഹിത്യ വിഭാഗത്തിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുകയോ അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല. അവർ പറയുന്ന അവരുടെ എഴുത്ത് എപ്പോഴും നോവൽ, കഥ, നോൺ ഫിക്ഷൻ എന്ന് അവർ തന്നെ വേർതിരിച്ച് കാണാറില്ല. അവർക്ക് എന്താണോ എഴുതാൻ തോന്നുന്നത് അത് അവർ എഴുതുന്നു. എഴുതി പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് പബ്ലിഷേഴ്സിൻ്റെ കയ്യിലൂടെ പോകുമ്പോൾ അത് നോവലായും അല്ലെങ്കിൽ നോൺ ഫിക്ഷനായും എഴുതുന്നത്. അവരെ വായിച്ചവർക്കറിയാം അവരുടെ എഴുത്ത് അങ്ങനെയാണെന്നുള്ളത്. അടിസ്ഥാനപരമായി ഇതൊരു ഓർമ്മ പുസ്തകം ആണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വരുന്ന വിശകലനങ്ങളിൽ പലതിലും തെറ്റിദ്ധാരണ പുലർത്തുന്ന പലതുണ്ടെന്ന് കരുതുന്നതാണ് ഞാനിത് വായിച്ചൊരാളെന്ന രീതിയിൽ. ഒന്ന്, ഇതൊരു ഓർമ്മ പുസ്തകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലപ്പുറമാണ്. ഇത് മേരി റോയെ കുറിച്ചുള്ള പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ അതും തെറ്റാണ്. അങ്ങനെ നമ്മൾ പൊതുവിൽ ഇതിനെക്കുറിച്ച് കേട്ട് വരുന്ന അല്ലെങ്കിൽ റിവ്യൂകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മനസ്സിലാക്കുന്ന പുസ്തകമല്ല ഇത്, അതിനപ്പുറത്താണിത്. ഞാനിത് വായിച്ചത് അടിസ്ഥാനപരമായിട്ട് ഒരു ഫിക്ഷനായിട്ടാണ്. അരുന്ധതി അത് അതിനകത്ത് ആദ്യം തന്നെ പറയുന്നുണ്ട്. ഓർമ്മയും ഭാവനയും തമ്മിൽ കലരുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടൊരു സർഗാത്മക എഴുത്തുകാരന് സംഭവിക്കുന്നതാണെന്നും ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇതിനെ വായിക്കാനെന്നും. വേണമെങ്കിൽ നമുക്കിതിനൊരു ഓട്ടോ ഫിക്ഷൻ എന്നൊക്കെ പറയുന്ന പുതിയകാല നോസ്കാർഡും ഫെറാൻഡിയൊക്കെ എഴുതിയിട്ടുള്ള ഓട്ടോ ഫിക്ഷൻ എന്ന ലോകത്തിൽ നിന്ന് സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. അതിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങളിലെ ഇതിലെ മനുഷ്യരെല്ലാം നമുക്കെല്ലാം പരിചിതരായതുകൊണ്ട് നമ്മൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിലുള്ള സാമാന്യബോധമുള്ളത് കൊണ്ട് നമ്മൾ അതിനെ അങ്ങനെയല്ല കാണുന്നത് എന്നുള്ള തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വിദേശത്തുള്ള മനുഷ്യർ ഇതിനെ വായിക്കുന്നത്, പാശ്ചാത്യ വായനക്കാരിനെ കാണുന്നത് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കുന്നത്. പക്ഷേ ഓർമ്മക്കുറിക്കുന്ന രീതിയിലല്ല. ഇങ്ങനത്തെ വളരെ മേരി റോയിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മേരി റോയ് അടിസ്ഥാനപരമായിട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പുസ്തകം നമ്മളോട് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, പക്ഷെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തന്നെ നമ്മൾ കേട്ടറിവില്ലാത്ത കണ്ടറിവില്ലാത്ത രീതിയിലുള്ള വളരെ വേറിട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ താൻ ജീവിച്ചു പോകുന്ന മത ഘടനയ്ക്കകത്ത് നിൽക്കുന്ന വസ്തുവുമായി ബന്ധപ്പെട്ട നിയമത്തെ സുപ്രീം കോടതി വരെ പോയി അതിന് ഒരു നീതിപൂർവമായ ഒരു വിധി അവർ നേടിയെടുത്തതിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധികളിലൊന്നായി ക്രിസ്ത്യൻ സക്സഷൻ ആക്ടിനെതിരെ ഉണ്ടായിരുന്ന അവരുടെ മുന്നേറ്റം. അതാണ് രണ്ടാമത്തെ മേരി റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അരുന്ധതി റോയ് ആക്കിയത് മേരി റോയിയാണ് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ഈ അരുന്ധതി റോയ് എന്ന് പറയുന്ന നിർമ്മാണത്തിന്റെ കഥ കൂടിയാണിത്. അരുന്ധതി അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ഒരു പ്രധാന കഥാപാത്രമായ മേരി റോയ് എങ്ങനെയാണ് അവരുടെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചത് എന്ന് പല രീതിയിൽ പല ഭാഗങ്ങളായി അവർ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഇതൊരു മേരി റോയ് പുസ്തകമല്ല, മേരി റോയ് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ ദ മേക്കിംഗ് ഓഫ് അരുന്ധതി റോയ് എന്ന് വേണമെങ്കിൽ സബ് ടൈറ്റിൽ ഇടാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പ്രായത്തിൽ അരുന്ധതി റോയ് ഒരു ആത്മകഥ എഴുതാൻ ഒരിക്കലും സാധ്യതയില്ല. പക്ഷെ മേരി റോയ് മരിച്ചു കഴിഞ്ഞപ്പോൾ അരുന്ധതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മകളെ നിന്നുള്ള ഒരു വിടുതൽ, ആ ഓർമ്മകൾ തൻ്റെ ജീവിതത്തെ പല രീതിയിൽ സങ്കീർണമാക്കുന്നുണ്ട്, തന്നെ ഒരുപാട് രീതിയിൽ അത് ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലിലൂടെയാണ് അരുന്ധതി കടന്നുപോയിട്ടുണ്ടാവുക. ഇത് എഴുതുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഒരു വൈകാരികമായ ഒരു പ്രശ്നം അവരെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. പക്ഷെ അവരതില്ല എന്ന് പറഞ്ഞു. പക്ഷെ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം അത് പക്ഷെ ഒരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിക്കാണുള്ള ഒരു റിലീഫായിട്ടായിരിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ സങ്കീർണമായ ഒരു ജീവിത പരിസരത്തെ അല്ലെങ്കിൽ ജീവിത പരിസരത്തെ കുറിച്ചുള്ള ഓർമ്മകളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു. അത് മേരി റോയ് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സാധ്യമല്ല എന്നവർ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേരി റോയ് മരിച്ച കഴിഞ്ഞ ഉടനെ തന്നെ അതിനൊരു തയ്യാറെടുപ്പിലായിരുന്നു. ആ ഓർമ്മ മേരി റോയ് എന്ന് പറയുന്ന വളരെ ക്ലേശകരമായ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ഒരു പക്ഷേ നമ്മുടെ സാമാന്യ യുക്തി കൊണ്ട് അല്ലെങ്കിൽ മലയാളിയുടെ സാമാന്യ യുക്തി കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ യുക്തി കൊണ്ടൊക്കെ അളക്കാനോ മനസ്സിലാക്കാനോ കഴിയുന്ന തരത്തിലുള്ള ബന്ധമോ സങ്കീർണതകളോ ആയിരുന്നില്ല ആ അമ്മയും മകളും തമ്മിൽ ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കണം. കാരണം രണ്ടുപേരും രണ്ട് രീതിയിൽ വളരെ വ്യത്യസ്തമായ ജീവിതം നയിക്കുകയും സ്വതന്ത്രരാവാൻ വേണ്ടിയുള്ള എല്ലാ ക്ലേശങ്ങളും പോരാട്ടങ്ങളും നടത്തിയ രണ്ട് വ്യക്തികളാണെന്നുള്ളതാണ്. ഇതിനെയാണ് അരുന്ധതി അടിസ്ഥാനപരമായിട്ട് ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്. മേരി റോയിയെ നമുക്ക് പുറമേ നിന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. മേരി റോയ്ക്ക് പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ ഒരു ജീവചരിത്രം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ രീതിയിൽ മനസ്സിലാക്കാം. പക്ഷെ അരുന്ധതി പറയുന്നത്
അനുഭവിക്കുക എന്ന് പറയുന്നത് മനസ്സിലാക്കുക തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അനുഭവിച്ചറിഞ്ഞ മേരി റോയ്, ആ മേരി റോയിയുടെ അനുഭവത്തിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ വികാസം കൊണ്ട എഴുത്തുകാരി അല്ലെങ്കിൽ വികാസം കൊണ്ട ഒരു വ്യക്തി, അതിൻ്റെ ഒരു പാരസ്പര്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബന്ധത്തെയോ വളരെ തീക്ഷ്ണമായ തലത്തിൽ എഴുതി എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇത് മാറി നിന്നുള്ള എഴുത്തല്ല. ഒരുപക്ഷെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച്, നമ്മുടെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, അച്ഛനെക്കുറിച്ചൊക്കെ നമുക്ക് മാറി നിന്ന് എഴുതാം. പക്ഷെ അങ്ങനെ മാറി നിൽക്കാതെ തന്നെ ഒരു തുറന്ന പറച്ചിലിന് തയ്യാറാവും. അതിനകത്ത് അവർ എന്തെങ്കിലും മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തുറന്നു പറയുന്നതിലൊരു ക്ലേശം അനുഭവിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ വ്യത്യാസം. മറ്റേത് നമ്മളിപ്പം ഓർമ്മക്കുറിപ്പുകളോ അല്ലെങ്കിൽ ജീവചരിത്രങ്ങളോ ആത്മകഥകളൊക്കെ എഴുതുമ്പോൾ അതിനകത്ത് അറിയാതെ ഒരു ഒളിച്ചു വെക്കൽ അല്ലെങ്കിൽ പറയാനുള്ളൊരു വിമുഖതയുടെ ഒരു മുഖം നമുക്ക് വായനക്കാരിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, അതിനിടയിൽ വായിച്ചെടുക്കാൻ പറ്റും. അവർ ചിലപ്പോൾ അവകാശപ്പെടുന്നുണ്ടാ ഞാനത് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ആ ഒരു തോന്നലില്ലാതെയാണ് ഇത് പോകുന്നത്. അതൊരു പക്ഷേ ഈ ഫിക്ഷണലൈസേഷൻ ഓഫ് മെമ്മറി എന്ന് പറയില്ലേ, അത് സാധിച്ചത് കൊണ്ടാണ് അരുന്ധതിക്ക് അത് സാധിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതില്ല. ഇവര് തമ്മിലുള്ള ബന്ധത്തിന്റെ എനിക്കറിയില്ല, നമ്മൾ പലതായിട്ട് പോകണമെങ്കിൽ ഞാൻ നിർത്തി കോൺവെർസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല അത്. അപ്പം ഒരു ഭീകരമായൊരു സംഘർഷം ഈ അമ്മയും മകളും തമ്മിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഈ വിട്ടുപോകുന്നില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മേരി റോയുടെ കാര്യത്തിൽ പോലും വിടുതലല്ല അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷേ മേരി റോയുടെ സർനെയിം റോയ് ആയിട്ട് തന്നെ അവർ നിലനിർത്തി എന്നുള്ളതാണ്. തിരിച്ചു വരുമ്പോൾ അരുന്ധതിയും ആ സർനെയിം നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഒരു വേറൊരു തരം പാരസ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിത ബന്ധങ്ങളെയും മനുഷ്യബന്ധങ്ങളെയും കാണാനുള്ള ഒരു ആർജം ഇവർക്കൊക്കെ ഉണ്ടായിരുന്നെന്നും അതിനെ അതായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് ഇവർ വ്യത്യസ്തരായ മനുഷ്യരാവുകയും ആ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്തത്. മേരി റോയ് അരുന്ധതിയെ എങ്ങനെ കണ്ടു എന്നുള്ളത് പലയിടത്തും അരുന്ധതി അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ബുക്കർ പ്രൈസ് കിട്ടിയ സമയത്ത് അവരുടെ വർത്തമാനങ്ങൾ കോടതിയിലേക്ക് അവരുടെ കേസിന് പോകുമ്പോൾ പറയുന്ന ഒരു സംഭാഷണം, ഞാനത് പറയുന്നത് സ്പോയിലർ ആണെന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിക്കാത്തത്. കാരണം അത് നമ്മൾ വായിച്ചു തന്നെ അറിയണം. ഈ പുസ്തകം ഞാൻ വായിച്ചതിന് ശേഷം വീണ്ടും ബ്രൗസ് ചെയ്ത് രണ്ടാമത് വായിക്കുക എന്ന് പറയുന്നത് സാധ്യമാണ്, കാരണം അങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ പുതിയ അർത്ഥതലങ്ങൾ കാണുന്നുണ്ട്, പുതിയ തരത്തിലുള്ള. കാരണം ഈ പുസ്തകം മുഴുവൻ വായിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ചില അനുഭവങ്ങൾ, ചില സന്ദർഭങ്ങൾ നമ്മളെ മറ്റു രീതിയിലാണ് നമ്മളിലേക്ക് അത് കടന്നു വരുന്നത്. അതൊക്കെ സാഹിത്യത്തിന് മാത്രം കഴിയുന്ന ഒരു ഓർമ്മ പുസ്തകം എപ്പോഴും സാഹിത്യമാവണമെന്നില്ല, മെമ്മറീസ് എപ്പോഴും സാഹിത്യമാവണമെന്നില്ല, ഫാക്ച്വൽ മെമ്മറീസ് ആവാം. അപ്പൊ അതിലെ ഓരോ വരിയിലും അനുഭവതലം ഉണ്ടെന്നും ആ അനുഭവതലങ്ങളിലൂടെ മുഴുവൻ കടന്നുപോയതിനു ശേഷം നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ വായിച്ച അനുഭവതലത്തിന് പുതിയ അർത്ഥതലം ഉണ്ടാവുമെന്നും മനസ്സിലാക്കേണ്ട ഒരു പുസ്തകമാണിത്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത്. നമ്മൾ അരുന്ധതിയുടെ ആദ്യത്തെ പേജ് തൊട്ട് അമ്മ ആരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പോക്ക്, അത് കഴിഞ്ഞ് നമ്മൾ മറ്റു പലതിലേക്ക് കടന്നുപോയി അവർ കടന്നു വന്ന ജീവിതത്തിന്റെ അസാധാരണമായ ക്ലേശാനുഭവങ്ങൾ, പണമില്ലാതെയും ഒന്നുമില്ലാതെ ജീവിച്ച ആ ധൈര്യം. ഒരുപക്ഷെ 18ാമത്തെ വയസ്സിലൊരു ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു നമുക്കറിയില്ല. പക്ഷെ അതിനുശേഷം അവർ നേടിയെടുത്ത നേട്ടങ്ങൾ, ആ നേട്ടങ്ങളൊക്കെ തന്നെ അവർ പറയുന്നുണ്ട്. ഈ അനുജനുമായിട്ടുള്ള സഹോദരനുമായിട്ട് ബ്രദറുമായിട്ടുള്ള ആദ്യകാല അമ്മയുമായിട്ടുള്ള വഴക്കുണ്ട്. ഇവർ തമ്മിലുള്ള പഠിത്തത്തിന്റെ വ്യത്യാസങ്ങൾ പറയുമ്പോൾ അവനെ അടിക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് പോലെ തന്നെ അതുകൊണ്ട് ഞാൻ അത്രയധികം ആവാതെ നോക്കുന്നു. അപ്പോൾ ഓരോ അംഗീകാരങ്ങളും ഓരോ അർഹതകളും നേടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേദന, ഈ ഒരു കൺസേൺ, ഒരുപക്ഷെ നമ്മളതിനെ, എനിക്കറിയില്ല മലയാളത്തിൽ ഒരുതരം അനുകമ്പ, അത് അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ആ അലട്ടിലൂടെ തന്നെയാണ് അവർ ഓരോ അംഗീകാരത്തെയും ഓരോ അർഹതകളെയും ഓരോ നേട്ടങ്ങളെയും കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നേട്ടങ്ങൾ നമ്മളാരും ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളായിട്ട് അവർ കണക്കാക്കുന്നില്ല. ബുക്കർ പ്രൈസ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത്. ലോകത്തിലെ എല്ലാ പ്രസാധകരും അത്ഭുതപ്പെടുന്ന കുറെ ബുക്കർ എങ്ങനെയാണ് ഈ നോവൽ എഴുതിയെന്നും ആ നോവലിലേക്ക് എങ്ങനെയാണ് പ്രസാധകർ വന്നതെന്നും അതൊക്കെ വളരെ അത്ഭുതകരമായ കാര്യം. പക്ഷെ മറ്റേതെങ്കിലും എഴുത്തുകാർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു എഴുത്തുകാരിയായി മാറി ബുക്കർ പ്രൈസ് ആദ്യത്തിന് തന്നെ കിട്ടുന്നു, ലോകം അംഗീകാരം നേടുന്നു. പക്ഷെ പിന്നീട് അവർ നോവലിലേക്ക് തിരിച്ചു പോകുന്നില്ല. എത്രയോ വർഷങ്ങൾ എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. എഴുതി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് എഴുതുക അല്ലെങ്കിൽ കഥ എഴുതുക, എന്തെങ്കിലും രീതി എഴുതുക, അതിനൊന്നും അവർ പോയില്ല. അവർ വേറെ വഴിക്കാണ് പോയത്. അപ്പൊ
അവർ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ വഴിയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇന്ത്യയെ ഇങ്ങനെ ആഴത്തിൽ സഞ്ചരിച്ച് കണ്ടെത്തി മനസ്സിലാക്കിയ മറ്റൊരു എഴുത്തുകാരി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ആ രീതിയിലാണ് അവരിതിനെ കണ്ടിട്ടുള്ളത്. ആ കാഴ്ചയിൽ അവർ ഒരു വേറിട്ട ഇന്ത്യയെ കാണുന്നു. ആ വേറിട്ട ഇന്ത്യയെ കാണാൻ അവരെ ആരാണ് പ്രാപ്തരാക്കിയത്? അവിടെ മേരി റോയ് എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട മിസ്സിസ് റോയ് എന്ന് പറയുന്ന കഥാപാത്രം അമ്മ എന്നുള്ള രീതിയിൽ അവർ അഡ്രസ് ചെയ്യുന്നേയില്ല. ഒരുപക്ഷെ അമ്മ എന്നുള്ള രീതിയിൽ അവർ പുസ്തകത്തിൽ അഡ്രസ് ചെയ്യുന്നില്ല, ജീവിതത്തിലും അഡ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ കാഴ്ച ഇങ്ങനെ ആവാൻ കഴിയുന്നത്. അപ്പൊ ഇന്ത്യ ആഴത്തിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ പ്രശ്നങ്ങളെയും ഈ ഗോഡ് ഓഫ് സ്മോൾസ് എന്ന് എഴുതിയതുപോലെ അല്ലെങ്കിൽ മദർ മേരി കംസ് ടു മീ എന്ന് എഴുതിയതുപോലെ അതേ വികാരത്തോടുകൂടി അതേ ആർജവത്തോടുകൂടി ആ പ്രശ്നങ്ങൾ, അത് ന്യൂക്ലിയർ ടെസ്റ്റ് ആയാലും ശരി, ഡാമിനെ കുറിച്ചുള്ളതായാലും ശരി, നമ്മുടെ മാവോയിസ്റ്റ് പ്രശ്നമായാലും ശരി, അതിനെ ആ രീതിയിൽ നോക്കിക്കാണാനും അത് അനുഭവ തലത്തിലേക്ക് വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ അതിന് തയ്യാറെടുപ്പിക്കുക എന്നുള്ളത്. വീട്ടില് അമ്മ ഒരുപക്ഷെ ഗെറ്റ് ഔട്ട് ഓഫ് ഹോം എന്ന് പറഞ്ഞ് ശീലിച്ച് അവരോട് ഗെറ്റ് ഔട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്ന രീതിയിൽ അവർ വളർന്നിട്ടുണ്ട്. അപ്പൊ അവരൊരിക്കലും ചേർന്ന് നിൽക്കലിന്റെ ഒരു സമന്വയത്തിന്റെ പാതയിലേക്ക് അവർ വന്നിട്ടേ ഇല്ല. ഞാനായി നിലകൊള്ളുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മൂല്യബോധത്തിലേക്ക്, അടിസ്ഥാനപരമായ നീതിബോധത്തിലേക്ക്, തനിക്ക് ചുറ്റും വരുന്ന ലോകം അത് ആഹ്ലാദത്തിന്റെയോ ഭ്രമിപ്പിക്കുന്നതിന്റെയോ ആണെങ്കിലും അതിലേക്ക് ആഴ്ന്നു പോകാതെ, അതിലേക്ക് വീഴ്ന്നു പോകാതെ ഞാനായി നിൽക്കുമെന്ന് പറയുന്ന ആ ഒരു അസാധാരണമായ ബോധം, ആ ബോധം നിർമ്മാണത്തിൽ മേരി റോയ്ക്ക് വലിയ പങ്കുണ്ട്. അല്ലെങ്കിൽ മേരി റോയ് നേരിട്ടല്ലെങ്കിലും മേരി റോയുടെ ജീവിതാനുഭവങ്ങൾ മേരി റോയിലോട്ട് നേടിയ. അപ്പൊ മേരി റോയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ മേരി റോയ് എന്ന് പറയുന്ന അക്രമകാരിയായ സങ്കീർണമായ ഒരു ബന്ധത്തെ മാത്രം ഉപേക്ഷിക്കുന്നുള്ളൂ. അവരിലേക്ക് കൊടുത്ത ഏതെല്ലോ തരത്തിലുള്ള മൂല്യബോധങ്ങൾ, ഏതെല്ലോ തരത്തിലുള്ള സ്വാഭാവികമായ പരിണതികളെ കൂടെ കൊണ്ടു നടക്കുകയും അതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു പക്ഷേ പലപ്പോഴും മേരി റോയെ സംബന്ധിച്ചിടത്തോളം അതൊരു സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. തന്നെക്കാൾ വലുതാവുമോ എന്ന് പറയുന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അരുന്ധതി തന്നെ സമ്മതിക്കുന്നുണ്ട്. അത്ഭുതകരമായ ഒരു സ്ഥലത്ത് അവർ പറയുന്നുണ്ട്, ഇന്ത്യയിലെ നീതിപീഠം എപ്പോഴും ശ്രദ്ധയോടെ അമ്മയെ കരുതലോടെ എഴുതപ്പോൾ എന്ന് നേരെ തിരിച്ചാണ് കരുതിയെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. ഇന്നും ഈ പുസ്തകം ഇറങ്ങിയതിനു ശേഷം കേരള ഹൈക്കോടതി പോലും അത് ചെയ്തു എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു കാര്യം. അപ്പൊ ഈ രണ്ട് തരത്തില് ഒരു സിസ്റ്റം അവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ഇന്ത്യൻ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നൈതിക ബോധം, നിലനിൽക്കുന്ന ഭരണഘടനാപരമായ നൈതിക ബോധം, ഇതിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് മേരി റോയുടെ നിലപാടെടുത്തു, അരുന്ധതി റോയുടെ നിലപാടെടുത്തു. അവർ രണ്ടുപേരും മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താണ്, ആ ആശയങ്ങളോടാണ് ഇവർ നിലപാടെടുത്തത്. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രീയത്തെ, ചുറ്റുമുള്ള സംഭവങ്ങളെ അതിനവരെ സഹായിച്ചത്, ഈ രീതിയിൽ ഇതിനെ വികസിപ്പിക്കാൻ അവരെ സഹായിച്ചത് ഓർമ്മകളാണ്. ഈ ഓർമ്മകൾ ഇപ്പോൾ രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സ്കൂളിലൊരു ഞാൻ ഡ്രാമയുടെ പേരുമാണ് ക്രിസ്ത്യൻ എന്തോ ക്രൈസ്റ്റ്, അതെ, അത് അവതരിപ്പിക്കാനുണ്ടായ അനുമതി നിഷേധിച്ച മനുഷ്യനെ, ജില്ലാ കലക്ടറെ അവർ വർഷങ്ങൾക്ക് ശേഷം ഏത് രീതിയിലാണ് ഈ ഒരുപക്ഷെ അൽഫോൺസൊക്കെ ഇതിനേക്കാളും വലിയൊരു അപമതി കിട്ടാനില്ല. അപ്പൊ അത് അത്ര കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന അസാധാരണമായ ഒരു കഴിവ്, അതിനകത്ത് സർഗാത്മകത മാത്രമല്ല, രാഷ്ട്രീയ ബോധം, നീതിബോധം, കാലത്തോടുള്ള ഒരു കാഴ്ച, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അരുന്ധതിക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഭാഷ, അതിന്റെ ഘടന, അതിന്റെ ശക്തി, എവിടെയെങ്കിലും നമുക്കൊരു എന്തെങ്കിലും ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിർത്തണമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഈ പുസ്തകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറയുന്നത് ഒരു ഫിക്ഷണലൈസ്ഡ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓട്ടോ ഫിക്ഷൻ എന്ന് പറയുന്ന തലത്തിലേക്ക് അത് കടന്നുപോയി എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടേതായ ഒരു യുക്തിബോധത്തോടുകൂടി, നമ്മുടെ ഒരു നീതിബോധത്തോടു കൂടി ഒന്നുമല്ല ഈ പുസ്തകം വായിക്കേണ്ടത്. നമ്മുടെ ബന്ധങ്ങളെ, മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളെയൊക്കെ, സ്വഭാവങ്ങളെയൊക്കെ നമ്മളൊക്കെ ശീലിച്ചു പോയ, നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ബോധത്തോടു കൂടി വായിച്ചാൽ ഈ പുസ്തകം പൂർത്തിയാക്കപ്പെടുകയില്ല. ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുസ്തകത്തിലേക്ക് കടന്നു പോകണം എന്നുള്ളതാണ്. പക്ഷെ അതിന് സഹായിക്കുന്ന രീതിയിലാണ് അരുന്ധതി ഇത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അരുന്ധതി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ കുറിച്ച് പറയുമ്പം പറയുന്നൊരു വാചകം, അത് സമർപ്പിച്ചത് മേരി റോയ്ക്കാണ്. മേരി റോയിയെ വിട്ടുപോകാൻ മാത്രം സ്നേഹമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞത് ഇപ്പോൾ അരുന്ധിയുടെ സഹോദരൻ പറയുന്നത് ആ ബുക്കിലെ ഏക ഫിക്ഷൻ എലിമെന്റ് അതാണെന്ന് പറയുന്നത്. അപ്പൊ അത്രമാത്രം സൂക്ഷ്മത എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും താൻ ജീവിച്ച കാലത്തോട്, താൻ ജീവിച്ച ദേശത്തോട്, സാഹചര്യത്തോട് താൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നതിന് തന്നിലെ എഴുത്തുകാരൻ അല്ലെങ്കിൽ തന്നിലെ ഒരുപക്ഷെ ലോകത്തിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ഇന്റലക്ച്വൽ എന്ന് പറയുന്ന സ്ഥാനം അരുന്ധതി റോയ് ഒറ്റയ്ക്ക് നേടിയെടുത്തതാണ്. അതെങ്ങനെയാണ് ആ രീതിയിൽ വളർന്നതെന്നും അതെങ്ങനെയാണ് ലോകത്തെ അവർ കണ്ടതെന്നും കൂടി മനസ്സിലാക്കാനുള്ള പുസ്തകം കൂടിയാണിത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മേരി റോയെ കുറിച്ച പുസ്തകമല്ല, ഒരുപക്ഷെ അരുന്ധതി റോയിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകം. അരുന്ധതി റോയ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി, ഒരു വ്യക്തി, ഒരു ആക്ടിവിസ്റ്റ് ജീവിച്ച കാലത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. അവരെ ആ രീതിയിൽ ജീവിക്കാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അത്ര സങ്കീർണമാക്കിയ ദേശകാലങ്ങളെക്കുറിച്ചുള്ള വളരെ വിശാലമായ ഒരു അടയാളപ്പെടുത്തൽ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകം ഇന്ന് നമ്മളോടൊപ്പം. ഒരുപക്ഷെ എനിക്കറിയില്ല ഇന്ന് നമ്മളിവിടെ കൂടുന്നത് പോലെ എവിടെയില്ലാമോ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ. അരുന്ധതി ഇന്ന് എവിടെയെങ്കിലും സംസാരിക്കുന്നത് എനിക്കറിയില്ല, ഒരുപക്ഷെ ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരു പ്രാധാന്യം അവർക്ക് ലഭിക്കുകയും ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞ പ്രസാധകരുടെയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങാതെ തൻ്റെ ഇഷ്ടത്തിന് താൻ എന്തെഴുതണം. അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അത് ഇൻസ്റ്റിങ്റ്റിനെ കുറിച്ചുള്ള ഞാനത് കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രധാന കാര്യം അവർ പറയുന്നുണ്ട്, ഐ റോട്ട് വേർഷൻസ് ഓഫ് ഹെർ ഇൻ മൈ ബുക്സ് ബട്ട് ഐ നെവർ റോട്ട് ഹെർ എന്ന് പറയുന്നുണ്ട് മേരി റോയെ കുറിച്ച്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യം. മേരി റോയിയെ കുറിച്ച് എന്തെഴുതണം എന്നുള്ളത് ഇനിയും തീരുമാനിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പല വേർഷൻസ് അരുന്ധതി തന്നെ മനസ്സിലാക്കിയ മിസ്സിസ് റോയിയെ കുറിച്ചുള്ള പല വേർഷൻസ് ആണ് ഈ പുസ്തകത്തിലുള്ളത്. അത് ആ വേർഷൻസ് ആയിട്ടല്ല അവതരിപ്പിച്ചിരിക്കുന്നത്, അതൊരു സാഹചര്യത്തിനനുസരിച്ച് അവരെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇതാണ് ആ വാചകം. ഐ ഫോളോഡ് മൈ ഇൻസ്റ്റിങ് വിച്ച് ഈസ് ദ പ്ലേസ് ഫ്രം വെയർ ഓൾ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ കംസ് എന്നാണ്. താൻ എഴുതുന്നത് എന്താണെന്നുള്ളതിന് വളരെ വ്യക്തതയുണ്ട് അവർക്കത്. ഞാൻ എന്തെങ്കിലും എൻ്റെ സ്വയം ഇൻസ്റ്റിങ്ങിനെ മാത്രം ഫോളോ ചെയ്തിട്ട് അത് എഴുതുന്നു, ആൻഡ് ഇറ്റ് ഷോഡ് മൈ വേ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പൂർണ്ണത ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അവരുടേതല്ലാത്ത അവരുടെ മാനസികമായ സർഗാത്മകമായ ബോധത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു വരി പോലും അവർ എഴുതിയിട്ടില്ല ഈ പുസ്തകത്തിൽ. അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അവർ അവസാനം ഒരിടത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളൊരാളെ കുറിച്ച് എന്തിനാണ് എല്ലാം അറിയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഈ പുസ്തകം. നമ്മൾ എന്തിനാണ് മേരി റോയിയെ കുറിച്ച് എല്ലാം അറിയുന്നത്, നമ്മൾ എന്തിനാണ് അരുന്ധതി റോയിയെ കുറിച്ച് എല്ലാം അറിയുന്നത്. പക്ഷെ അത് പറയുമ്പം പൊതുവിൽ നമ്മൾ അറിയണമെന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് രണ്ടുപേരെ കുറിച്ചും തുറന്നെഴുത്തിലൂടെ ഈ മകള് അമ്മയെക്കുറിച്ചും അവരുടെ ബന്ധത്തെക്കുറിച്ചും താൻ ജീവിച്ച കാലത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും എഴുതിയിട്ടുള്ളത്. അതാണ് അരുന്ധതി റോയിയെ വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം വേറിട്ടൊരു പുസ്തകമാകുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിധി പറഞ്ഞതുപോലെ മേരി റോയെ കുറിച്ചൊരു പുസ്തകം എന്നുള്ളതിനുപരി അരുന്ധതി റോയ് മദർഹുഡിനെ, മാതൃത്വത്തെ കാണുന്ന ഒരു ലെൻസ് കൂടി പുസ്തകത്തിലുണ്ട്. കാരണം മേരി റോയും അരുന്ധതി റോയും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ബന്ധം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അമ്മയിൽ നിന്ന് തുടങ്ങി വളരെ ബ്രീഫ്ലി മാത്രമേ മേരി റോയെ മൈ മദർ എന്ന് വിളിക്കുന്ന പോലും ഉള്ളൂ. അതിനുശേഷം മിസ്സിസ് റോയ് ആവുന്നു, ഫൈനലി കൊച്ചമ്മയാവുന്നു. അപ്പോൾ ഈ പുസ്തകം വായിച്ച് തീരുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് ആദ്യമായും അവസാനമായും മേരി റോയ് അരുന്ധതി റോയോട് യു ആർ ദ പേഴ്സൺ ഐ ലവ്ഡ് മോസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് ഒരിക്കൽ പറയുന്നതായിട്ട് പറയുന്നു. അതുവരെയുള്ള അവരുടെ ബന്ധം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, വളരെ സങ്കീർണമാണ്. അതിൽ ഒരു പക്ഷേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വൺ സൈഡഡ് ആണ്. ഒരു മേരി റോയ് എപ്പോഴും ഒരു സൈലന്റ് ചിയർ ലീഡർ ആണ് അരുന്ധതിയുടെ. അല്ലാതൊരു പ്രകടമായ എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു സ്നേഹമേ അല്ല. ഒരിടത്ത് അരുന്ധതി റോയ് പറയുന്ന പോലുമുണ്ട്, കുരിശമ്മാളാണ് അവരെ സ്നേഹം എന്താണെന്ന് അറിയിച്ചത്. ഷീ ടോട്ട് us what hugging means എന്നാണ്. എക്സാക്ട്ലി അല്ല, പക്ഷെ ഇൻ ദാറ്റ് സെൻസ് ആണ് അവർ ആ ബന്ധത്തെ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിലുടനീളം അരുന്ധതി റോയ് പല രീതിയിൽ മാതൃത്വത്തിന്റെ പല ഭാവങ്ങൾ ആരിലൊക്കെ കണ്ടു അവരെയൊക്കെ നമുക്ക് ഈ പുസ്തകത്തിലൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രദീപിന്റെ അമ്മയുണ്ട്, ജെയ്സിയുടെ അമ്മയുണ്ട്, ഒരു ഘട്ടത്തിൽ മേധ പട്കർ ഉണ്ട്. അങ്ങനെ അവർ കണ്ട ഒരുപാട് ആളുകൾ, അവരിലൂടെയൊക്കെ എങ്ങനെയാണ് ഡിപ്പെൻഡബിലിറ്റി, എന്താണ്
കറേജ് എന്താണ്, ഡിപ്പെൻഡബിലിറ്റി എന്താണ്, സ്നേഹം, ഇതൊക്കെ അവർ അനുഭവിച്ച് വന്ന ആളുകളെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത് മേരി റോയെ പറ്റി ഉള്ള പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മദർ മേരി കംസ് ടു മീ എന്ന് പറയുമ്പോൾ മദർ മേരി കംസ് ടു മീ ഇൻ എ ലോട്ട് ഓഫ് വേസ്, ഇൻ ലോട്ട് ഓഫ് ഷെയ്ഡ്സ്. ആ ഭാവങ്ങളെല്ലാം നമ്മൾ ഈ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കി പോകുന്നു എന്നുള്ളൊരു ഭാവമുണ്ട്. പ്ലസ് ഇതിൽ എനിക്ക് വളരെ വളരെ ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം, എങ്ങനെയാണ് അരുന്ധതി റോയുടെ ഫെമിനിസം ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതും കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിത്ത് റെസ്പെക്ട് ടു മേരി റോയ്. അതായത് ഒരു ഘട്ടത്തിൽ അരുന്ധതി തന്നെ മനസ്സിലാക്കുന്നു തൻ്റെ സഹോദരനോടുള്ള പെരുമാറ്റത്തിലും പള്ളിക്കൂടത്തിലെ ആൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിലും പെൺകുട്ടികളോടുള്ള പെരുമാറ്റത്തിലും കൃത്യമായി എങ്ങനെയുള്ള ആളുകൾ, എങ്ങനെയുള്ള മനുഷ്യരെയാണ് വാർത്തുവിടേണ്ടത് കൃത്യമായ ധാരണയുള്ള വ്യക്തിയായിരുന്നു മേരി റോയ്. അത് ഈ പറയുന്ന ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് എൻറ്റൈറ്റിൽമെന്റ് പുരുഷന്മാരിലും, എന്നാൽ സ്ത്രീകളിൽ അവർക്ക് ചിറക് കൊടുക്കുക, അവർക്ക് they gave the girls spine എന്നാണ്, she gave the girls spine എന്നാണ് ഇതിൽ പറയുന്നത്. സോ വിച്ച് മീൻസ് ആ ഒരു ഇംബാലൻസ്, ഇപ്പോൾ നിലവിലുള്ള ആ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ മേരി റോയ് അവരുടെ രീതിയിൽ എടുത്ത സ്റ്റെപ്സ് പള്ളിക്കൂടത്തിലൂടെ ആസ് എൻ എഡ്യൂക്കേറ്റർ മാറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആകാവുന്ന അത്രയും ഒബ്ജക്റ്റീവായിട്ട് അരുന്ധതി കാണുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെ കുട്ടികളോട്, സ്വന്തം കുട്ടികളോട് ഉള്ള ട്രീറ്റ്മെന്റിലും സ്കൂളിലെ കുട്ടികളോടുള്ള ട്രീറ്റ്മെന്റിലും ആ വ്യത്യാസം അവരെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് ഒരു പക്ഷേ പുസ്തകത്തിൽ ഇതുപോലും ക്ലിയർ അല്ല. ഇറ്റ് ഇസ് സബ്ജക്ട് ടു എവരിബഡീസ് റീഡിങ്. പക്ഷെ എന്നിരുന്നാലും അത് വളരെ തുറന്ന് കാണിക്കുമ്പോൾ നമ്മളെ അതെങ്ങനെ സ്പർശിക്കുന്നു എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ അങ്ങനെയുള്ള പല പല തലങ്ങളിൽ ഈ പുസ്തകം മാതൃത്വത്തെയും സ്ത്രീത്വത്തെയും ഫെമിനിസം എന്ന് പറയുന്ന ആശയത്തെയും, ബിക്കോസ് ഫെമിനിസം ഇസ് നോട്ട് ആബ്സല്യൂട്ട്, പക്ഷെ ഒരു ആശയം എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തും എന്നുള്ളത് ഒരു സിഗ്നിഫിക്കൻറ്റ് കാര്യമാണ്. ഇനി നമുക്ക് ദീപു ഡോക്ടർ ഞാൻ ഈ മീറ്റിംഗ് വളരെ ആഗ്രഹിച്ചാണ് അവിടെ എങ്ങനെ ഇരുന്ന് സുധീരേട്ടൻ അരുന്ധതി റോയെ കുറിച്ച് പറയുന്നത് കേൾക്കണമെന്ന്. പക്ഷേ സന്തോഷം, ഞാൻ ആദ്യം സ്റ്റേജിൽ കയറിയ ബിപിൻ ചന്ദ്രൻ ഇന്ന് എന്നെ കേൾക്കാനല്ല വന്നതെങ്കിൽ ഇവിടെ ഉള്ളൊരു വലിയൊരു സന്തോഷം നിമിത്തമായിരിക്കാം. പക്ഷേ ഒത്തിരി സന്തോഷം തോന്നുന്നു. എന്നെ ആദ്യം സ്റ്റേജിൽ കയറ്റിയ ആളാണ് പുസ്തകോസ്തി. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ പുസ്തകം ആദ്യം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രീ ബുക്ക് ചെയ്തതാണ്. പ്രീ ബുക്ക് ചെയ്യാൻ നേരം ഇതിനകത്ത് കവറുണ്ടോ, ഒരു എന്താ പറയുന്നത്, ഒരു ബുക്ക് മാർക്കുണ്ടോ, സൈൻ ഉണ്ടോ എന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. എൻ്റെ ബേസിക് ഐഡിയ വാസ് ടു അണ്ടർസ്റ്റാൻഡ് അരുന്ധതി. ആൻഡ് സുധീരേട്ടൻ പറഞ്ഞ പോലെ അത് മോർ ദാൻ ഇനഫ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എൻ്റെ ഒരു അപ്രോച്ച്, ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ യു ആർ ദ ലാസ്റ്റ് ഇൻ എ ഡിസ്കഷൻ. സോ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ആസ് എ ഡോക്ടർ ഞാൻ ഇതിനകത്തെ കഥാപാത്രങ്ങൾ എങ്ങനെ കാണുന്നത് മാത്രം ഞാൻ പറയാം. കാരണം ഇതിപ്പം നമ്മൾ സംസാരിക്കാൻ പോയി 1 മണിക്കൂർ വേണമെങ്കിൽ സംസാരിക്കാനുള്ള സ്റ്റഫ് ഇതിനകത്ത്. ഇതിൻ്റെ വശ്യമായ എഴുത്ത് ഭംഗി, അത് ദാറ്റ് ഇസ് സംതിങ് ടു ബി ഡിവൗർഡ്. കാരണം ഇതുപോലെ വശ്യമായ ഒരു എഴുത്ത്, ഞാൻ ആക്ച്വലി പറഞ്ഞ ആദ്യത്തെ കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ ഓണം വെക്കേഷന് 2-3 ദിവസം അവധി എടുത്തിരുന്ന് വായിച്ചാണ്. അതുകൊണ്ട് ഐ കുഡ് ജസ്റ്റ് ഫിനിഷ് ഇറ്റ് ഇൻ നോ ടൈം. പക്ഷേ ഇത് തീരുമോ എന്നുള്ള പേടി കാരണം പലപ്പോഴും ഇങ്ങനെ ഞാൻ നിർത്തുമായിരുന്നു. എന്നിട്ട് തീർന്നു പോയാൽ പിന്നെ നമ്മൾ രണ്ടാമത് വായിക്കുന്ന ഒരു ത്രില്ലില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഇതിൻ്റെ ആദ്യത്തെ 2 പേജ് പെൻഗ്വിൻ പ്രീ റിലീസിൽ വന്നപ്പോൾ നമ്മുടെ ഈ നല്ല സിനിമയുടെ നല്ല ട്രെയിലർ പോലെ അങ്ങനെ ഞാനിങ്ങനെ ഞെട്ടിത്തരിച്ചിരുന്നിട്ട് ഞാൻ ജോർജ് വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ അമ്മോ ജോർജ് പറഞ്ഞു അതെങ്ങനെയുണ്ട്, ആ എഴുത്തെങ്ങനെയുണ്ട്. അത്ര വശ്യമായൊരു എഴുത്താണ്. ഞാൻ ഇന്നും അതേ 3 ചാപ്റ്റർ, ആദ്യത്തെ 3 ചാപ്റ്റർ വീണ്ടും വായിച്ചു. സ്റ്റിൽ ഷെൽ ഷോക്ക്ഡ് ദ ക്ലാരിറ്റി ഓഫ് ദോസ് തോട്ട്സ്. ഞാൻ ആദ്യം അണ്ടർലൈൻ ചെയ്ത ലൈനല്ല ഇന്ന് അണ്ടർലൈൻ ചെയ്തത്, ഞാൻ ആദ്യം നോട്ട് ചെയ്ത ലൈനല്ല ഇന്ന് നോട്ട് ചെയ്തത്. അതിലെനിക്ക് തോന്നിയ ആസ് എ ഡോക്ടർ പെർസ്പെക്റ്റീവ്, നമ്മൾ ആദ്യം തന്നെ മദർ മേരിയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് വെൻ യു ആർ ആൻ ആസ്മാറ്റിക്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പം ഇവർക്ക് നല്ല ആസ്മാറ്റിക് അറ്റാക്ക് ഉണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഒരു ASD എന്ന് പറയാം, അത് അറ്റൻഷൻ സീക്കിംഗ് ഡിസോർഡർ പോലെ. ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന കണ്ടാൽ ഉടനെ അവരങ്ങ് ആസ്മ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് വയ്യാതെ കാണിച്ച് ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക.
ഐ എം എൻ ആസ്മാറ്റിക് മൈസെൽഫ്, മൈ മോം ഇസ് എൻ ആസ്മാറ്റിക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അതിനകത്തൊരു ഇമോഷണൽ കോമ്പണൻ്റ് ഉണ്ട്. സോ വെൻ യു ആർ ഗോയിങ് ത്രൂ സ്ട്രെസ് യു ആക്ച്വലി feel the breath more, and it is proven in science that you can have asthmatic exacerbations with all emotional output. ഇവരെ കുറിച്ച് പറയുമ്പോൾ അരുന്ധതി has written in Malayalam, in English, only one line in this entire book. അത് കോട്ടയംകാര് മേരി റോയെ കുറിച്ച് പറഞ്ഞൊരു ഡയലോഗാണ്. ഇച്ചിരി വട്ടമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു വാക്ക് അതുപോലെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഐ അണ്ടർസ്റ്റുഡ്. അതിന് ഒരു ഇംഗ്ലീഷ് എഴുതാൻ പറ്റിയില്ല, അരുന്ധതിക്ക് പോലും എഴുതാൻ പറ്റിയില്ല. കാരണം അതുപോലൊരു സ്പെസിമെനാണ് ഇവര്. മനസ്സിലായി. അപ്പം ഞാനിത് വായിക്കാൻ കൊടുത്ത എല്ലാവരും യുണാനിമസ് ആയിട്ട് എൻ്റെ ഒപ്പിയിൽ ഓടി വന്ന് പറഞ്ഞത് എന്തുകൂടെ ഇതൊക്കെ മൊത്തം നമ്മുടെ CJ ജോണിന്റെ സ്പെസിമെൻസ് ആണല്ലോ. കാരണം സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ CJ. അതാണ്, ദാറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ദ ബുക്ക്. ഐ ആം ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഇറ്റ് ലൈക്ക് എ ടിപ്പിക്കൽ ഡോക്ടർ ആൻഡ് അനലൈസിങ് ദം ആസ് എ ഡോക്ടർ. എല്ലാം നമുക്ക് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് റൈറ്റ് ടു കോൾ എവരിബഡി ഈസ് എ സൈക്കോ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നിനോടൊന്ന് ഉഗ്രൻ സ്പെസിമെനാണ്. വൺ ഡിഫറെൻറ്റ് ഫ്രം ദി അതർ ബട്ട് ഈച്ച് ആസ് ബ്യൂട്ടിഫുൾ ആസ് ദാറ്റ്. ഞാനിത് വായിച്ചിരുന്ന സമയത്ത് ഞാൻ ഐ വാസ് ഷെൽ ഷോക്ക്ഡ്. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് വിച്ച് അരുന്ധതി ഹെർസെൽഫ് റൈറ്റ്സ് ഈസ് അബൌട്ട് ഡേറ്റിഫൈങ് വിമൻ. മനസ്സിലായില്ലേ? അമ്മ, മാതാവ്, മദർ മേരി, ഭാഷ മാതാവ്, മലയാളം മാതാവ്, നമ്മളെല്ലാം എവറിത്തിങ് ഇന്ത്യ. ഇപ്പം ലേറ്റസ്റ്റ് ഭാരത മാതാ, മദർ മേരി, ഇങ്ങനെയുള്ള എല്ലാ കോൺസെപ്റ്റിലും വിമൻ ആർ ഡേറ്റിഫൈഡ്. അപ്പം അതിനെ ഇവർ സത്യം പറയാൻ പൊളിച്ചടുക്കുകയാണ്. ഇവരൊരു സ്ത്രീയാണോ എന്ന് നമ്മൾ ആദ്യമേ ചിന്തിക്കും. മനസ്സിലായില്ലേ? അപ്പം ഐ ബെഗ് ടു ഡിഫർ ഫ്രം ദ മോഡറേറ്റർ. കാരണം ഷീ ജസ്റ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്സ് ദ ഐഡിയ ഓഫ് മദർഹുഡ്. ഞാനത് അങ്ങനെ തന്നെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ക്യാൻ യു എവർ ഇമാജിൻ എ മദർ ഡ്രോപ്പിംഗ് ഹർ ഡോട്ടർ midway in an absolute barren road in the middle of the night when there is nobody to attend to her? കോട്ടയം ട്രിവാൻഡ്രം ഹൈവേയിൽ മനസ്സിലായി. ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും നമ്മുടെ കൊച്ചിനെ ഇവിടെ ഈ മാതൃഭൂമിയുടെ ഫ്രണ്ട് നിർത്താൻ പറഞ്ഞാൽ നമ്മൾ nervous അല്ലേ? അപ്പം അതാണ് പറഞ്ഞത്, അവർ ഷീസ് എ പേഷ്യൻ്റ്, അല്ലാതെ അതിനൊരു ഉത്തരവില്ല. അപ്പം ഞാൻ അതിന് ഉള്ള ഉത്തരം ഞാൻ തേടി ഇങ്ങനെ ഇരുന്നു. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഹൗ ഡു യു എക്സ്പ്ലെയിൻ ടു somebody who might not have read it? I'm sure most of you have read it, or at least read it in parts. Is a dialogue which comes from Arundhati itself. അതാ പറയുന്നത്, ഇതിനകത്തെ ഉത്തരങ്ങളെല്ലാം രണ്ടാമതെയോ മൂന്നാമതെയോ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. That is, this lady had a huge fight of her own. She had a huge fight of her own. She was a single mother of 2 very small children. ഇവർ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് അരുന്ധതിക്ക് 3 വയസ്സാണ്. കഷ്ടിയൊരു 1.5 വയസ്സിൻ്റെ മൂപ്പേ ഈ LKC എന്ന് പറയുന്ന ലളിത് കുമാർ ക്രിസ്റ്റഫർ റോയ്ക്ക് ഉള്ളൂ. അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ ഇൻ ദാറ്റ് ബുക്ക് ഇസ് ടു LKC, വി ഹാവ് വാഷ്ഡ് അഷോർ. എങ്ങനെയോ നമ്മൾ കരയ്ക്ക് അടിഞ്ഞു എന്നാണ്. കാരണം ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ബൈ ചാൻസ്. LKCയെ കുറിച്ച് അവർ പറയുന്നത്, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ഞാൻ വായിച്ചു, ഒരു കുടുംബം ഒരു സാഹിത്യകാരി ഉണ്ടാകുമ്പോൾ നശിക്കുകയാണെന്നാണ് പറയുന്നത്. ഞാൻ നേരെ തിരിച്ചാണ് ചിന്തിച്ചത്, ഒരു കുടുംബം ഇനി നശിക്കാനൊന്നുമില്ല, കംപ്ലീറ്റ് വെണ്ണീറായിരിക്കുകയാണ് ഈ കഥയിൽ. അപ്പൻ was a drunkard, grandfather was a drunkard who was beating up Mary Roy's mother. Okay, so മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ആൻഡ് ബാർബറിക് ആക്ട്സ് ഓഫ് വയലൻസ്. മനസ്സിലായി? നമുക്കൊരു സിനിമയിൽ പോലും സ്ത്രീകളോട് ഇത്രയും വയലൻസ് കാണിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ മേരി റോയ് had a fight of her own, and Arundhati says, and for me, for her, I was just a collateral. അവരൊരു കൊളാട്രൽ മാത്രമായിരുന്നു. ആൻഡ് മൈ ലൈഫ് വാസ് മൈ ചാലഞ്ച്. നിനക്ക് ജീവിക്കണോ, നീ ജീവിച്ചോ. ഷീ നെവർ ഇന്റർഫിയർഡ്. ഇപ്പോൾ 16ാമത്തെ വയസ്സിൽ നിങ്ങൾ ആലോചിച്ചു, ഇന്ന് എൻ്റെ മോളോട് 16ാമത്തെ വയസ്സിൽ, സുധീരൻ അറിയാം, 16ാമത്തെ വയസ്സിൽ അവളെ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാൻ പറ്റണമെന്ന് ചോദിച്ചപ്പോൾ ഐ വാസ് ഡെഫിനറ്റ്ലി എൻടൈറ്റിൽഡ്. ഐ ഹാഡ് ജിറ്റേഴ്സ്. ആൻഡ് ഹിയർ ഈസ് സംബഡി ഹു വാസ് ട്രാവലിംഗ് ടു ഡൽഹി ഓൾ ബൈ എ ട്രെയിൻ ജസ്റ്റ് ക്യാരിങ് എ നൈഫ്. അപ്പോൾ അതാണ് അവരുടെ സുരക്ഷ, അതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇത് കഴിഞ്ഞ് അവർ ആ നൈഫ് എന്തിനു വേണ്ടിയാണ് വിറ്റതെന്നും കൂടെ അവർ പച്ച എഴുതി വെക്കുന്നുണ്ട്. ഫോർ ഹഷീഷ്. ആരെഴുതും ഇതുപോലെ? ബിക്കോസ് ഷീ ഈസ് നോട്ട് ബോതേർഡ്. നമ്മൾ ആരും അവരെ ജഡ്ജ് ചെയ്യണമെന്നോ നമ്മൾ അവർക്ക് ഒരു നല്ല മാർക്ക് ഇടണമെന്നോ അവർക്ക് ആഗ്രഹമേ ഇല്ല. എന്നെ വല്ലാതെ സ്പർശിച്ച രണ്ടാമത്തെ സൈക്കാട്രിക് പ്രോബ്ലം വാസ് അരുന്ധതി ഹെർസെൽഫ്. ഇവർ പഠിക്കാൻ ഭയങ്കര പഠിക്കുകയായിരുന്നു. To add on to how she felt about the studenthood, she says, I wish I was her student and not her daughter. കാരണം മേരി റോയുടെ കല്ലറയിൽ ടൂംസ്റ്റോണിൽ എഴുതിയിരിക്കുന്നത് ഫൈറ്റർ, ടീച്ചർ എന്നൊക്കെയാണ്.
അപ്പോൾ ടീച്ചറായിട്ട് ഒരു എക്സെപ്ഷനാണ്. ഞാൻ അവിടെ പഠിച്ച ധാരാളം പേര് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്, വിപിൻ്റെ ചേട്ടനുണ്ട്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊരു പാത്ത് ബ്രേക്കിംഗ് ആണ്. ഇവരെ പോലെ ചിന്തിക്കാൻ ആർക്കും പറ്റില്ല. വേറെ ഒന്നും വേണ്ട, നിങ്ങൾ September 2 മറ്റോ അവരുടെ മെമ്മോറിയൽ സർവീസ് യൂട്യൂബിലുണ്ട്. ജസ്റ്റ് വാച്ച് ഹൗ ദോസ് കിഡ്സ് ആർ പെർഫോമിങ്. നമ്മൾ ഇന്നേ ഇത്രയും 10-30 വർഷം കഴിഞ്ഞ് പരിഷ്കാരം എന്ന് പറയുന്ന പല സ്കൂളുകളിലും ഇപ്പോഴും അതുപോലൊരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റും. ആ കുഞ്ഞുങ്ങളുടെ ആ അപ്ബ്രിങ്ങിങ് ഇസ് വെരി എവിഡൻറ്റ് ഇൻ ദ വേ ദേ ആർ പെർഫോമിങ് ഫോർ മേരി റോയ് ഓൺ ദ മെമ്മോറിയൽ സർവീസ്. അപ്പം അവർ ജീവിച്ചു വന്ന ആ സമയത്ത് അരുന്ധതി ഇവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫോർ ഹർ അക്കാഡമിക് പെർഫോമൻസ് ഇൻ ഊട്ടി. തിരിച്ചിവരെ പറഞ്ഞു വിടും. പക്ഷേ അരുന്ധതി വിറക്കിയാണ്. എന്തുകൊണ്ടാണ്? ഇവരെ പുകഴ്ത്തുമ്പോൾ സൈലൻ്റായ അനിയനെ ഇവരെ അടിക്കുകയും ഇവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും ചെയ്യണം. അവർ പറയുന്നത് ബുക്കർ പ്രൈസ് കിട്ടുമ്പോൾ, സുധീരൻ പറയുന്ന പോലെ ദ പ്രൈസ് വിച്ച് പ്രോബ്ലി ചേഞ്ച്ഡ് ഇന്ത്യൻ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി, probably a book which is going to reinvigorate the Indian publishing industry again, Arundhati comes back. അതൊക്കെ കിട്ടുമ്പോഴും അവരുടെ ഉള്ളിനുള്ളിൽ എന്താ അവർ പേടിക്കുന്നത്? That somebody is suffering in silence who might not be as resilient as me. അപ്പം ഷീ is scarred forever. കാരണം ആ വിത്ത്, ആ സംശയത്തിൻ്റെ, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് എന്ത് കിട്ടും. ഞാൻ അതിനകത്ത് ഒരു ലൈൻ എഴുതി വെച്ചത്, I am not used to kindness, so when I got it, I was over-indulgent in reply. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിടത്തുനിന്ന് സ്നേഹമോ അനുകമ്പയോ കിട്ടിയിട്ടില്ല. കിട്ടുന്നിടത്തോട്ട് നമ്മൾ പറയില്ലേ, ഇരിക്കാൻ പറയുമ്പോഴേ കിടക്കുന്ന സ്വഭാവമായി എന്ന് പറഞ്ഞ പോലെ അവരങ്ങ് ഭയങ്കര ഒബ്ലൈസ് ആയിപ്പോയി. പല കാര്യങ്ങളിലും ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷീ വാസ് എക്സ്പ്ലോയിറ്റഡ് ബിക്കോസ് ഓഫ് എ ഡ്രോപ്പ് ഓഫ് കൈൻഡ്നസ് ദാറ്റ് സംബഡി ഗേവ്. ദ ഇൻസെക്യൂരിറ്റി ദാറ്റ് ഷീ ഫീൽസ് അറൗണ്ട് നോർമൽ ഫാമിലീസ്, അത് ആദ്യം പറയുന്ന പ്രദീപിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ തൊട്ട് താഴെ അയാളുടെ അച്ഛനും അമ്മയുണ്ട്, ഇയാൾക്ക് 2 പെൺകുട്ടികളുണ്ട്. ഷീ ജസ്റ്റ് ഗെറ്റ്സ് നെർവസ് because she sees a functioning, beautiful Indian family and she's never seen that. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത് ഇതുവരെ അനുഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവർക്ക് ഭയമാണ് അതിന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എമേഴ്സൺ പറഞ്ഞ പോലെ ഓഫ് ഓൾ ദ വേസ് ഇൻ വിച്ച് യു കൻ ലൂസ് എ പേഴ്സൺ ഡെത്ത് ഇസ് ദ കൈൻഡ്നസ് എന്ന് പറഞ്ഞ പോലെ ശരിക്കും മേരി റോയ് മരിച്ചത് കൊണ്ട് അവിടെ ഒരു ക്ലോഷർ ആയിട്ടില്ല. പ്രോബബ്ലി ദാറ്റ് ബുക്ക് ഇസ് എ ക്ലോഷർ ഫോർ അരുന്ധതി ആസ് എ സ്പെസിമെൻ. ഞാൻ എപ്പോഴും പറയും, ഈ ഡിസ്കഷൻ്റെ എല്ലാം മിസ്സായി പോകുന്ന എൻ്റെ സൂപ്പർ സ്റ്റാർ ഓഫ് ദാറ്റ് ബുക്ക് വാസ് ജി ഐസക്. ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പം, ജോർജ് ഐസക് പാലാണ്ട് അല്ലേ, പാലത്തിങ്കൽ, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചു ജസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ഹൂ ദിസ്. ഒരു ഒന്നാം തരം സ്പെസിമെൻ, ഇതിലൊക്കെ സൂപ്പർ സ്റ്റാർ സ്പെസിമെൻ. പുള്ളിയുടെ സ്വീഡിഷ് വൈഫ് സംതിങ് ഡിവോഴ്സ്ഡായി. പുള്ളിയുടെ ഈ ആൻസസ്ട്രൽ പ്രോപ്പർട്ടിയൊക്കെ പ്ലെഡ്ജ് ചെയ്ത് ഒരു മലബാർ കോസ്റ്റ് പ്രോഡക്ട്സ് പറഞ്ഞൊരു പിക്കിൾ കമ്പനിയൊക്കെ നടത്തുന്നു. അവിടുത്തെ ഒരു സ്ത്രീയെ മാരി ചെയ്യുന്നു. അവസാനം സഹോദരിയായിട്ടുള്ള ഈ സ്വത്ത് തർക്കവും ബഹളങ്ങളും കഴിയും. ഇതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഇമാജിൻ, ഹി ഹാസ് എ കോർട്ട് ഓർഡർ പ്രിവെന്റിംഗ് ഹിം ഫ്രം എൻറ്ററിംഗ് പള്ളിക്കൂടം. ഹി ഗോസ് ഫോർ ദ ലോഞ്ച് ഓഫ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഇച്ചിരി വട്ടില്ലാതെ അവിടെ കയറി ചെല്ലുമോ ഈ തള്ളയുടെ അടുത്തോട്ട്? അവർ നമ്മൾ പണ്ട് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, ജഗതി പറഞ്ഞ പോലെ, കിളവന് കണ്ണ് കാണാൻ നന്നായി, ഉന്നം തെറ്റിപ്പോയത് നന്നായി പറഞ്ഞ പോലെ ശരിക്കും അമ്മച്ചിക്ക് പ്രായമായുണ്ട്. ഇങ്ങനെയെങ്ങനെ കണ്ടിരുന്നെങ്കിൽ അമ്മച്ചി അവിടെ എഴുന്നേറ്റ് തൂക്ക് ചോദിച്ചുണ്ട്. അവരവിടെ വരുന്നു. മാധവിക്കുട്ടി ആണ് അത് ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കും പുള്ളിക്കാരൻ അവിടെ സ്റ്റേജിൽ ചെന്ന് പറയണം, ഞാനാണ് ചാക്കോ. So why I'm telling you these 3 characters is, as a doctor, it's an absolute joy to see such specimens come up right in front. പിന്നെ സുധീരേട്ടൻ പറഞ്ഞ പോലെ ഇതിലെവിടാണ് ഫിക്ഷൻ, ഇതിലെവിടെയാണ് യഥാർത്ഥ ജീവിതം നമ്മൾ തന്നെ കണ്ടടിച്ചു. കാരണം മേരി റോയ് ഈ പുസ്തകം റിലീസായ സമയത്ത് ഷീ ഹാസ് അനദർ asthmatic attack. She gets admitted in നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് and she's left wondering, what is this bearing of myself that my daughter is going to do, because she has no control over her. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം 4ാമത്തെ പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ അവർ ചോദിക്കും, ഇത് ഈ ക്യാരക്ടർ എങ്ങനെയാണ് നീ ഇത് ഫ്രെയിം ചെയ്തത്? അത് കഴിഞ്ഞ് അവിടെ ഒറ്റ ചോദ്യമുണ്ട്, ഈ കുട്ടികളെ നീ എടുത്തു എന്ന് പറയുന്ന സീൻ, ഹൗ ഡിഡ് യു ഹിയർ ഇറ്റ്? യു വർ ടു സ്മോൾ ടു അണ്ടർസ്റ്റാൻഡ് ഓർ നോ ദാറ്റ്. എനിക്ക് ഓർമ്മ വന്ന മാർക്കേസിൻ്റെ ഓർമ്മയാണ്. സുധീരേട്ടൻ ഓർമ്മയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു കാലം ചെയ്ത ഒരു ആൻറ്റി ഹു വാസ് ഡെഡ് ലോങ് ബിഫോർ ഹി വാസ് ബോൺ. അവർ പാടുന്നൊരു പാട്ട് മാർക്കേസ് ലിവിങ് ടു ടെൽ എ ടെയിലിനകത്ത് പാടുന്നതുണ്ട്. അപ്പം ഹിസ് മദർ ടെൽസ്, ഹൗ കെൻ യു നോ ദാറ്റ് സോങ്? അതൊരു വായ്പാട്ടാണല്ലോ, അത് ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ലല്ലോ. സോ ഹൗ ഡിഡ് ഹി നോ ദാറ്റ്? അപ്പം എവിടെയോ ഈ ഗ്രേറ്റ്സിനെല്ലാം ദർ ഇസ് സംതിങ് ബിയോണ്ട് ഫിക്ഷൻ, ദർ ഇസ് സംതിങ് ബിയോണ്ട് പേഴ്സണൽ ബയോഗ്രഫീസ് ബോർഡറിങ് ഓൺ ഫിക്ഷൻ ആൻഡ് മാജിക്കൽ റിയലിസം ഈവൻ ത്രൂ ദീസ്. പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഈ ബുക്കിൻ്റെ യഥാർത്ഥ ഉദ്ദേശം സുധീരേട്ടൻ പറഞ്ഞ പോലെ
ഞാനൊരു ഫിക്ഷൻ എഴുതുന്ന, ഞാനൊരു ഗ്രീഫ് മെമ്മോയറോ ഒരു ഡെത്ത് മെമ്മോയറോ എഴുതുന്ന ഒരു ഫിക്ഷണൽ കഥാകാരിയായി മാത്രം അറിയപ്പെടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ എൻ്റെ നോൺ ഫിക്ഷണൽ ബുക്കുകൾ തപ്പണം. ഞാനിപ്പോൾ ചോദിച്ചോളൂ അതൊക്കെ എന്താ കിട്ടുന്ന സൂര്യണ്ടോ, ഇവിടെ ഞാൻ ഇരിപ്പുണ്ടോ? ബിക്കോസ് ഐ വോണ്ട് സ്റ്റാർട്ട് റീഡിങ് ഓൺ ദാറ്റ്. ബിക്കോസ് മൈ സെഡീഷ്യസ് ഹാർട്ട്, അതിൽ നല്ലൊരു ടൈറ്റിൽ അതിനകത്തില്ല. ഷീ ഹാസ് എ സെഡീഷ്യസ് ഹാർട്ട്. അതും അവർ ചുമ്മാ ഷീ ഈസ് നോട്ട് ടേക്കിംഗ് എ പോസ്റ്റർ, ഷീ ഈസ് ലിവ്ഡ് ദെയർ. നർമ്മദ ബച്ചാവ് ആന്തോളൻ, അംബേദ്കറിൻ്റെ കൂടെയുള്ള കാലം, എൻഡ് ഓഫ് ഇമാജിനേഷൻ എന്നാണ് അവർ ന്യൂക്ലിയർ ഇതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പിന്നെ പാർലമെന്ററി അറ്റാക്കിനെ ഇതിലും വിശദമായി ഒരു അനാലിസിസ് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഷീ വാസ് ഷെയറിംഗ് ദ സെൽ with the lady who was pregnant. Again, another motherhood that she was trying to get to know in person. Kashmir, Azadi. ഇപ്പം ഞാൻ പറയും, നമ്മൾ ഇവിടുന്ന് ഒരു പുസ്തകം വാങ്ങിച്ചാൽ നാളെ ഞാനൊരു എയർപോർട്ടിൽ അതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന നമ്മൾ, പ്ലേയിങ് സേഫ്. നമുക്ക് പറ്റിയ ഒരു നാട്ടുകാരി അല്ല ഇത്. നോ വണ്ടർ ഷീ ഡസൻറ്റ് സെറ്റിൽ ഹിയർ. മനസ്സിലായി? ദിസ് ഇസ് നോട്ട് പ്ലേയിങ് സേഫ് എനിമോർ. This is absolutely living at the edge. And that is why the most beautiful line of that book was what she had written right at the beginning. അവർ ആദ്യം പറഞ്ഞ പോലെ മൈ ഗാങ്സ്റ്റർ, മൈ ഹീറോ, മൈ ഗാങ്സ്റ്റർ. കാരണം ഞാൻ ഓർക്കായിരുന്നു, ഈ ഒരു ഗാങ്സ്റ്ററായിട്ട് നമുക്ക് മെലിറോയേക്കാൾ അപ്പുറത്തെ ഒരു ലേഡി ഗാങ്സ്റ്ററിനെ ഞാൻ ഫിക്ഷനിൽ പോലും വായിച്ചിട്ടില്ല. തന്നെയാണ്. തന്നെയല്ല, ഇപ്പം സുധീരേട്ടൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ IAS അൽഫോൻസ്, ശരിക്കും പറഞ്ഞാൽ തള്ളയുടെ അതേ മോളാ ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു. ഈ പുസ്തകത്തിൽ നല്ല ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട്. അതും ആ ഇറ്റാലിയൻ ജൂ പുസ്തകം പുള്ളി കറക്റ്റായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള ചിലരൊക്കെ തപ്പി പിടിച്ചു പേരൊഴിച്ച്. പക്ഷെ പേര് കൊടുത്താൽ അത് കുറഞ്ഞു പോയെന്ന് ഞാൻ തോന്നുന്നു. കാരണം ആരായാലും തപ്പി പോകുമല്ലോ. അത് കാരണം that vengeance, she's drawn that first blood from her mother. കാരണം ഞാൻ അതിന്റെ എക്സാക്ട് സീൻ പറയാം. ഇവരെ ഇവിക്റ്റ് ചെയ്യാനായിട്ട് ഊട്ടിയിൽ ഇവരുടെ ഗ്രാൻഡ് മദർ വരുന്ന സീനുണ്ട്. She's wearing dark conical glasses. I don't know how many of you noticed that. G. ഐസക്കിനെ തറവാട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നേരം മേരി റോയ് ഇവര് കൊടുത്ത ഡിയോർ ഗ്ലാസസ് വെച്ച് ഇതിലിരിക്കുക, വണ്ടിയിലിരിക്കുക. എന്നിട്ട് താഴും പൂട്ടും വെച്ചു എന്ന് ഉറപ്പാക്കിയിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി പോരുന്നത്. അവരുടെ തന്നെ മകളാണ്, ഒരു സംശയം വേണ്ട. there is no genetic defect. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പുസ്തകത്തിന്റെ ബ്യൂട്ടി കൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ഒരു എഴുത്തുകാരുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയൊരു അഭിമാനം തോന്നുന്നു. ബട്ട് ഇറ്റ് ഈസ്, ആസ് ഐ സെഡ്, ഫോർ പീപ്പിൾ ഹു ഹാവ് എ വെരി ഓപ്പൺ മൈൻഡ് ടുവേർഡ്സ് റിലേഷൻഷിപ്സ്, ഫാമിലി, ജഡ്ജ്മെന്റൽ, നോൺ ജഡ്ജ്മെന്റൽ. നമ്മളെ അവരെ അറിയുക, അല്ലാതെ നമ്മൾ അതിനകത്തൊരു എന്താ പറയുക ഇവിടെ പോകലിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റുപ്പിഡിറ്റീസിന്റെ പുറകെ ആയിരിക്കും നമ്മൾ ഇതൊക്കെ ഈ പുസ്തകമൊക്കെ അനലൈസ് ചെയ്ത് കളയുന്നത്. Somebody else was asking me, what right does she have to talk about her living brother? അത് വായിക്കത്തോണ്ടാണ്. വായിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമാണ്. മനസ്സിലായി? ഒരു 300 പേജ് വായിച്ചാൽ ആ ചോദിക്കുന്നവൻ ഇത് വായിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തവും. അപ്പൊ അതുകൊണ്ട് തന്നെ I always say that if you have to criticize a book, the least you should do is read it. And I haven't met anybody who's read this book and had anything less than superb superlatives to add on to the narrative. So anybody who's not completed it, please read it. And to be very frank, I was wanting to ask, how did Orundhati sound in the audiobook? Yeah, audiobook, there are these musical parts in the, so she actually sings. Yes. Oh my God. So I should be listening to that. Adonu kekkanam. Adu etra manikkur adu? Adu about 11 hours. 11 hours, that's right. 11 hours ullappo endayalum namukku adu kekkam. ഇവിടെ പങ്കെടുത്തവരിൽ വായിച്ചവരെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കമന്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ പറയുമല്ലോ. ഞങ്ങൾ 3 പേര് ഇരുന്നത് ഡൈഡാക്ടിക് ലെക്ചർ ഒന്നും ആക്കാൻ ഉദ്ദേശിച്ചല്ലോ. രണ്ടുപേരും മനസ്സിലാക്കാനുള്ള ഒരു രംഗം കൂടെ ഉണ്ട്. ഈ സുപ്രീം കോടതി ഇവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കോടതി ദിവസം അവരെടുത്ത് പ്രതീക്ഷിക്കുന്ന 6 മാസം കടന്നു വരെയും വരാമെന്നുള്ളത്. അപ്പം അന്ന് രാവിലെ ഇവർ അമ്മയെ വിളിക്കുന്നുണ്ട്. ഇന്നാണ് ദിവസം എന്ന് പറയും. അപ്പം അത് പറഞ്ഞതിന് ശേഷം അവർ പറയുന്നത് ബുക്കർ പ്രൈസ് കിട്ടിയതോളം സന്തോഷം എനിക്ക് തോന്നുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം അടുത്ത് പറയുന്നത് അതിനേക്കാൾ സന്തോഷം എനിക്ക് തോന്നുന്നു. ഇതാണ് 2 വ്യക്തി അവർ നിർമ്മിച്ച പുസ്തകമാണ്. I think she told the same words. Go baby. എന്ന് വെച്ചുകഴിഞ്ഞാൽ പോയി അടിച്ചു പൊളിക്കുക. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നീ ആഹ്ലാദിക്കൂ, ഇത് നിന്റെ ഒരു വിജയമാണ്. ബുക്കർ പ്രൈസ് പോലെ തന്നെ വലിയൊരു വിജയമാണ്. ഒരു രാജ്യത്തെ ഏറ്റവും വലിയ നീതിന്യായ ഇതിനു മുന്നിൽ തല കുനിക്കാതിരിക്കുക. അപ്പം ഞാൻ ഓർക്കായിരുന്നു, ഇന്ദിരാ ജയ്സിംഗ് ആണ് ഈ സക്സഷൻ ആക്ടിന് വേണ്ടി മേരി റോയ്ക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നത്. അപ്പം അവർ പറയായിരുന്നു,
ഈ ആ വിജയത്തിലും നമ്മൾ പറയാതെ പോയ കുറേ കാര്യങ്ങൾ ഷീ ഷെയർസ് ദ സ്പോയിൽസ് വിത്ത് ജി ഐസക് ടുവേർഡ്സ് ദ എൻഡ്. ദേ ഷെയർ ഇറ്റ് ആക്ച്വലി. പക്ഷേ ഷീ മെയ്ഡ് ഷുവർ ദാറ്റ് ഈ സംഭവം കാണാനുള്ള എല്ലാവരും കണ്ടു. പുള്ളിക്കാരത്തി കണ്ണാടിയൊക്കെ വെച്ച് അപ്പുറത്ത് വരുന്നു, മറ്റേ അച്ചായൻ്റെ മറ്റേ പിക്കിൾ ഫാക്ടറി എല്ലാം കൂട്ടി കൈ കൊടുത്തു. ആൻഡ് ഷീ വാസ് സീൻ ടു ബി ദ വിക്ടർ. ദാറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഷീ ഹാഡ് ടു വിൻ സംവെയർ. എവിടെയെങ്കിലും അവർക്ക് ജീവിക്കണ്ടേ. പിന്നെ അവർ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് വിച്ച് ഐ തോട്ട് എവരിബഡി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓൾ ഓഫ് us ഷുഡ് ഓൾസോ ഇൻട്രോസ്പെക്ട്. ഇവരെ ഇൻഡിഗ്നിറ്റിയോട് കൂടി കണ്ട സമൂഹത്തിൻ്റെ എല്ലാ വിഴുപ്പും അവർക്ക് ഇറക്കാൻ പറ്റിയ രണ്ടുപേരേ ഉള്ളൂ. We were only harbor on which she could unload all the indignity she faced in her life. And what is in that for all of us? നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ അടുത്തായിരിക്കും നമ്മൾ കുതിര കയറുമ്പോൾ. നാട്ടുകാരുടെ അടുത്ത് ചെന്ന് ഞാൻ തിരിച്ചു കിട്ടും എന്ന് ഉറപ്പാണ്. അപ്പം നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നമ്മൾ പലപ്പോഴും വളരെ റൂഡായി ബിഹേവ് ചെയ്യുന്നതിന് ഒരു കാരണം is because that's only harbor that we can unload, അല്ലേ? So there is a lot of philosophy also in her writings. ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം my daughter was reading it and she was telling, "Shoo, my God, you destroyed it." ഞാൻ അവരുടെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ മേടിച്ചു. അതുപോലെ ഒരു അമ്മ അരുന്ധതിയുടെ അമ്മയാണെന്ന് ഒരിപ്പോൾ പറയുമ്പോൾ മേഘോടി പറഞ്ഞ് എനിക്ക് മുഖത്ത് അടി കിട്ടിയ പോലെ തോന്നുന്നത് ഇതൊക്കെ ഇത് അടിസ്ഥാനപരമായിട്ടൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പുസ്തകമാണ്. ഒരു മനുഷ്യൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ ഒരുപാട് മോശമായിട്ട് കരുതുന്ന മനുഷ്യരാണ്, നമുക്കത് മനസ്സിലാകാത്തവരാണ്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഈ സമൂഹത്തിൽ ഈ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം എന്താണ്, അതെങ്ങനെയാണ് അനുഭവിക്കേണ്ടത് എന്നുള്ളത് ബോധ്യപ്പെടുത്തി തരുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് മേഘോയും അരുന്ധതിയും. അതുകൊണ്ടാണ് ഇത് ലോകം ഏറ്റെടുക്കുന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത്, നമ്മുടെ എന്താ പറയേണ്ടത് ജീവിത വ്യവഹാരത്തെ എങ്ങനെയാണ് നോക്കിക്കാണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പുതിയ ചിത്രം, കുറെ കൂടി വ്യത്യസ്തമായൊരു ചിത്രം ഇതിലുണ്ട്. യോധനി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഞാൻ ഈ പുസ്തകം ശരിക്കും പറഞ്ഞ ഡോക്ടറുടെ ആ ഒരു റിവ്യൂ കൊണ്ടാണ് അത് വാങ്ങിക്കണമെന്ന് തന്നെ തോന്നിയത്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എന്നെ ശരിക്കും അറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു ഞാനിത് വായിക്കാൻ പോവാന്ന്. അപ്പം നീ അത് വായിക്കണ്ട, ഗീത നീ അത് വായിക്കരുത്, കാരണം നിനക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ല, അങ്ങനെയാണ് പറഞ്ഞു. അപ്പം ഞാൻ തീർച്ചയായിട്ടും വായിക്കും. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നത്. പല ദിവസവും രാത്രി 12:30 വരെയൊക്കെ പോയി, കാരണം പകലൊന്നും വായിക്കാൻ സമയം. അപ്പൊ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ലോകത്തില് ഒന്നുകിൽ ചൈൽഡ്ഹുഡില് അതല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രീതിയിൽ ട്രോമറ്റൈസ്ഡ് ആവാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഏതെങ്കിലും തരത്തിൽ. അപ്പൊ ഈ എഴുത്ത് ഈ അരുന്ധതി റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നാണ്. വി ഓൾ ഹാവ് ആൻ ഇന്നർ ചൈൽഡ് അല്ലേ, നമുക്ക് എല്ലാവരുടെയും നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. അത് ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മുറിവേറ്റ ബാല്യങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പം ആ ഒരു ബാല്യത്തെ ഹീൽ ചെയ്യാൻ ഈ എഴുത്ത് സഹായകമായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അത് നേരത്തെ സുന്ദരേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. അതിൽ നിന്ന് മറുകരയെത്താൻ, ഈ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് മറുകരയെത്താൻ ഇത് എഴുതിയേ മതിയാവും എന്നുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഇത് മേരി റോയിയെ കുറിച്ചല്ല, എങ്ങനെയാണ് അരുന്ധതി റോയ് എന്ന് പറയുന്ന വ്യക്തി രൂപപ്പെട്ടതെന്നുള്ളത് അത് നമ്മളെ കാണിച്ചു തരിക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തുടർന്നും സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ മാറി നിന്നതെന്ന് പറയുന്നത്, അത് വളരെ ശരിയാണ്. ഒരു മകളെന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും എനിക്ക് വളരെ ഒത്തിരി തരത്തിൽ പല തലത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. പിന്നെ മേരി റോയിയെ കുറിച്ച് പറഞ്ഞാൽ അവരനുഭവിച്ച ഒത്തിരി ദുരിതങ്ങൾ, അവരുടെ ബാല്യത്തിലും തുടർന്നുമൊക്കെ അവരനുഭവിച്ച ദുരിതങ്ങൾ, അവർക്കുണ്ടാക്കിയ ഫ്രസ്ട്രേഷൻ നാച്ചുറലി അവരുടെ കുഞ്ഞുങ്ങളോട് മാത്രമേ ഇത് കാണിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. പലപ്പോഴും പലതവണ പറഞ്ഞിട്ടുണ്ട്, അരുന്ധതി പറയുന്നുണ്ട്, എനിക്ക് മിസസ് റോയിയുടെ ഒരു സ്റ്റുഡൻ്റ് ആയാൽ മതിയായിരുന്നു. അതിന് കാരണം അത് തന്നെയാണ്. കാരണം അവരോട് നമുക്കൊരിക്കലും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ഒത്തിരി ഫ്രസ്ട്രേഷൻ അനുഭവിക്കുമ്പോൾ മിക്കവാറും അമ്മമാർക്കൊക്കെ മനസ്സിലാവും അവരുടെ കുട്ടികളായിരിക്കും പലപ്പോഴും അത് സഫർ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ പഴയ ഒരു തലമുറയിൽ ഒരു പക്ഷേ മക്കൾ, ഇപ്പം ഞങ്ങളെപ്പോലത്തെ മക്കളൊന്നും അത് വെച്ച് പുലർത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല.
മേരി റോയി എന്നെക്കാൾ എനിക്ക് ഒരു 5 years എൽഡറാണ്. എന്നാൽ അല്ല അരുന്ധതി 5 വയസ്സുകൂടി മൂത്തയാളാണ്. പക്ഷെ അത് മനസ്സിലാക്കി ആ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. അപ്പം എനിക്ക് വീണ്ടും ഞാൻ വായിക്കും, അത് ഉറപ്പാണ്. ഞാനും ഡോക്ടർ പറഞ്ഞ പോലെ പലയിടത്തും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് എനിക്കിതാണ്, വെൽ ഡൺ ബേബി ഗേൾ. അതിൻ്റെ സൈഡ് ഞാൻ എഴുതി ദിസ് വാസ് ബട്ട് ഐ നീഡഡ്. അതായിരുന്നു എനിക്ക് വേണ്ടത്. അവിടെ വരെ വായിച്ചപ്പോൾ ശരിക്കും കണ്ണ് നിറഞ്ഞു ഞാനത് വായിച്ചപ്പോൾ. അപ്പം ആ ഒരു അപ്രീസിയേഷൻ വേറെ ആര് അപ്രീഷിയേറ്റ് ചെയ്താലും നമുക്ക് അത്രയും സന്തോഷം അല്ലെങ്കിൽ അത്രയും ആ ഒരു വിജയത്തിൻ്റെ അനുഭവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ ആ അമ്മ അപ്രീഷിയേറ്റ് ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ശരിക്കും എനിക്കെന്ന് മാത്രമല്ല ഒരു പക്ഷെ എഴുത്തുകാരിക്കും. അങ്ങനെ എനിക്ക് എന്തായാലും മകളെന്ന രീതിയിലും അമ്മ എന്ന രീതിയിലും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പുസ്തകമാണ്. താങ്ക് യു ഫോർ ഡിസ്കസിങ് ദിസ് ബുക്ക്. താങ്ക് യു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്ക് കണ്ടിട്ട് കൊതിയാവും. എനിക്ക് അതൊക്കെ എന്ത് വൃത്തിയായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് മാത്രം സാധിക്കുന്ന ബുക്ക് മാർക്കുകളാണ്. എനിക്ക് അങ്ങനെ എല്ലാവരും ജീവിക്കുന്ന എന്തൊരു കാണിച്ചത്. അപ്പൊ നമ്മളാണ് യഥാർത്ഥ അരുന്ധതി ഫാൻസ് സുധീരൻ. നമ്മള് ബാല്യത്തെ കണ്ടു, മാതൃത്വത്തെ കണ്ടു, ഇങ്ങനെ പലതും നമ്മൾ പറഞ്ഞു. അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയെ കാണുക, ഇന്ത്യൻ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യത്തിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയമായാലും ഏതൊക്കെ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഈ രാജ്യത്തോട് ഈ സമൂഹത്തോട് ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങൾ പൊതുവെ ഇതിൽ പറഞ്ഞിട്ടില്ല. അതാണ് അരുന്ധതിയുടെ മറ്റൊരു മേഖല. അതൊഴിച്ച് ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. നമ്മുടെ രാജ്യത്തെയും കാലത്തെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് മേരി റോയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് മനുഷ്യാനുഭവത്തെ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ കൺവെൻഷനായി മാതൃത്വം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വ്യത്യസ്ത എന്തെല്ലോ ആണത്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു രീതിയിലൊന്നും, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കേവലയുക്തിക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒന്നും ഈ പുസ്തകത്തിലില്ല. അത് ആ കേവലയുക്തിക്ക് അനുസരിച്ച് നിൽക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഇന്ത്യൻ രാഷ്ട്രീയമാണ്. ഇപ്പോൾ വാജ്പേയി അധികാരത്തിൽ വരുമ്പോൾ ന്യൂക്ലിയർ ടെസ്റ്റ് നടക്കുമ്പോൾ, സരോവർ ഇത് നടക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ കാശ്മീരിൽ നടക്കുമ്പോൾ മാവോയിസ്റ്റുകൾ എന്താണ് എന്നുള്ളത്, അത് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ ഇത്ര സൂക്ഷ്മമായിട്ട് അടയാളപ്പെടുത്തിയ ഒരു പുസ്തകം. അത് നമുക്ക് ഒരു അക്കാഡമിക് പുസ്തകത്തിലൂടെ മനുഷ്യന്റെ മനസ്സിലേക്ക് ഇത് കയറാൻ പറ്റില്ല. പക്ഷെ ഈ പുസ്തകം വായിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ രാജ്യത്തെ മനസ്സിലാക്കാൻ, നമ്മുടെ രാജ്യത്തെ അധപതിച്ചു പോയ രാഷ്ട്രീയത്തിന്റെ വികാസ ചരിത്രത്തെയും അതെങ്ങോട്ടാ പോകുന്നതിന്റെ ദിശാബോധത്തെയും മനസ്സിലാക്കും. അതാണ് ഈ പുസ്തകം ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ എലിമെന്റ് എന്ന് പറയുന്നത്. അതാണ് വേറൊരു കാര്യം ഞാൻ ഡോക്ടറോട് പറയണം എന്ന് വിചാരിച്ചത്, there is a chapter in which Mary Roy goes on the ventilator. Okay, എനിക്കത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നി. ഡോക്ടർ മോഹൻ ഇസ് നോൺ ടു മീ ലൈക് ഷോർ ഇന്റൻസിവിസ്റ്റ്. പലപ്പോഴും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഇമോഷണൽ ഡിസിഷനാണ്. എൻ്റെ അടുത്ത് പല പേഷ്യൻറ്റും വന്നിട്ട് ചോദിക്കും, സാറിൻ്റെ അമ്മയാണെങ്കിൽ സാർ എന്താ ചെയ്യും? അപ്പോൾ ഞാൻ സുധീരേട്ടൻ പറഞ്ഞ അതേ ഉത്തരവാണ്. പക്ഷെ ഞാൻ അങ്ങനെ ബ്ലാൻഡായിട്ട് പറയാൻ ശീലിക്കാത്തതുകൊണ്ട് ഞാൻ പറയും എൻ്റെ അമ്മയല്ല എന്നുള്ളതിന് കാരണം നമ്മുടെ സാമൂഹികമായ റിലീജിയസ് ആയിട്ടുള്ള നമ്മുടെ വളർത്തിൻ്റെ വ്യത്യാസങ്ങളിൽ. ഐ നോ ക്ലിയർലി ദാറ്റ് മൈ മദർ ഡസൻറ്റ് വാണ്ട് ടു ബി വെന്റിലേറ്റഡ്. കാരണം ഇറ്റ്സ് എ ഡോക്ടർ ഫാമിലി. ഓക്കെ, അപ്പൊ ഞാനതാ പറഞ്ഞത്, എൻ്റെ ഫാദർ ഹി വാണ്ട്സ് എവറിത്തിങ് ടു ബി ഡൺ. പക്ഷേ ഇതൊക്കെ മുന്നേ കൂട്ടി ഡിസ്കസ് ചെയ്യുന്ന എത്ര വീടുകളുണ്ട്? മേരി റോയെ പോലെ ഒരു തൻ്റെടി കൃത്യമായി എഴുതി വെച്ചിരുന്നു ദാറ്റ് ഐ ഷുഡ് നോട്ട് ബി വെന്റിലേറ്റഡ് ആൻഡ് അരുന്ധതി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. പക്ഷേ ഇവർ തമ്മിൽ നല്ല ഉഗ്രം ബന്ധമായതുകൊണ്ട് പുള്ളിക്കാരത്തി വെന്റിലേറ്ററിലായിട്ട് വരുമ്പോൾ ഈ തള്ള ഈ ട്യൂബ് ഉണ്ടാക്കി വെച്ചത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എങ്കിലും അരുന്ധതി റെഡ് ബിറ്റ്വീൻ ഹർ ലൈൻസ് ആൻഡ് അണ്ടർസ്റ്റുഡ്. നല്ല പ്രൊഫാനിറ്റീസ് ആണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാവുക. എന്നിട്ട് എന്നെ നോക്കി പല്ലിറക്കി കാണിക്കുന്നുണ്ടല്ലോ. കാരണം പിന്നീടാണ് കൈ കിട്ടുന്നത് ഐ ഷുഡ് നോട്ട് ബി വെന്റിലേറ്റഡ് ആൻഡ് അരുന്ധതി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇതൊരു വല്ലാത്തൊരു ഗ്രേ ഏരിയ ആണ്. ഇന്ന് IMA ഹൗസിൽ ഇപ്പം I was actually supposed to be there, but I backed off. ലിവിംഗ് വില്ലുകളെ കുറിച്ചുള്ള ഒരു സിമ്പോസിയം നടക്കുന്നുണ്ട്. I think it is there till 6:30. But Dr. John actually uಚ್ಚಕ್ಕೆ എന്നോട് വെച്ചാൽ he was rushing there at 3. It is important that all of us understand what ventilation is. അപ്പം ഞാൻ ഈ കോർപ്പറേറ്റ് ലോബിയെ സപ്പോർട്ട് ചെയ്യുന്നതിനൊന്നുമല്ല പറയുന്നത്.
I know my own mother-in-law was on a ventilator for 12 days. എൻ്റെ തൃശ്ശൂരിൽ നാട്ടിൻപുറത്തു നിന്നാണ് എൻ്റെ മദറിൻ്റെ വരുന്നത്. അതുകൊണ്ട് അവരെ കാണാൻ വന്ന പലരും വന്നു ഓഫീസ് അതായത് അതിദാശയൊക്കെ കൊടുത്തു. നീ എന്നാ പോകുന്നതെന്നുള്ള മറ്റുള്ള സംസാരം. ഞാനും എൻ്റെ ഭാര്യ ഇങ്ങനെ എപ്പോഴും പോകുന്നതെന്നോ because she actually wore her own sari, had a urinary infection and walked to the hospital. The plan was blood urine കൊടുത്തിട്ട് തിരിച്ചു വരും. ഞാൻ പറഞ്ഞു വന്നത് വെന്റിലേറ്റർ when used in the correct situation is life saving, and there is no better example than Mary Roy. Mary Roy lived on 14 years after that. മനസ്സിലായി? അതും അവരെ ചുമ്മാ ഒന്നുമില്ല, അവരെ ഈ ഇന്റൻസിവിസ്റ്റ് നേരെ കോട്ടയത്ത് ചെന്ന് ഒരു ക്രിട്ടിക്കൽ കെയർ ആംബുലൻസിലാണ് ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് വെന്റിലേറ്റർ എന്ന് അരുന്ധതി പറഞ്ഞതിൽ ഞാൻ ഐ എം ഇൻഡെപ്റ്റഡ് ടു ഹർ ആസ് എ ഡോക്ടർ. So that is something that I thought we should know. In one line which I thought all of us should read was about Arundhati saying, I mourn her as a writer who has lost her most enthralling subject. അതിൽ മാത്രമേ എനിക്ക് ഇച്ചിരി സങ്കടം തോന്നി. ദൈവമേ, ഈ സ്പെസിമെൻ പോയി, ഇനിയും നമ്മുടെ അരുന്ധതി ഈ ഫിക്ഷൻ എഴുത്ത് നിർത്തി നോൺ ഫിക്ഷൻ മാത്രമായി പോകുമെന്ന്. പക്ഷേ ദ ബ്യൂട്ടി ഓഫ് ഹർ റൈറ്റിംഗ് ഇസ് എവരിവെയർ. ഞാൻ പറയുന്നത് ഇപ്പം അല്ലാതെയുള്ള ആർട്ടിക്കിൾസ് ഞാൻ പലപ്പോഴും ഇത് പത്രങ്ങളിലും ഒക്കെ വരുമ്പോഴും ഇറ്റ് ഈസ് ദെയർ ഫോർ യു ടു അപ്രീഷിയേറ്റ്. ആൻഡ് സുധീരേട്ടൻ പറഞ്ഞ പോലെ ഷീ ഈസ് ഓപ്പണിംഗ് എ വിൻഡോ ഫോർ പീപ്പിൾ ഹു ആർ ഹൈഡിങ് ബിഹൈൻഡ് fictional works to come and explore her non-fictional works also. അപ്പം in every single way this is a book which has to be read, and I won't be surprised if it gathers momentum even in the coming days. കാരണം ഇപ്പം നമ്മൾ ആദ്യം ഞാൻ ഓർത്തു നമ്മൾ ഈ വായിക്കുന്ന പേജുകൾ തന്നെ ഫേസ്ബുക്ക് പിന്നെയും തരുന്നു, യൂട്യൂബ് പിന്നെയും തരുന്നു, അങ്ങനെയല്ല. ഈവൻ അതർവൈസ് അറ്റ്ലീസ്റ്റ് വായിക്കുന്ന ഇന്ത്യക്കാർ has noticed that there is something like this, and everybody is warming up to this monumental book. ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയത് ഫൂലൻ ദേവിയുടെ വളരെ നമ്മളൊരു പക്ഷേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു ആർഗ്യുമെന്റ് ആണ്, ഒരു ആൻസറാണത്. ആ ചാപ്റ്ററിൽ കൃത്യമായി അവർ രേഖപ്പെടുത്തുന്നുണ്ട് why it is not right for somebody to intrude and replay or redepict somebody's trauma. അത് without consent. കൺസെന്റ് ഈ പറയുന്ന പോലെ പല സ്ഥലങ്ങളിലും കൺസെന്റിന്റെ പരാമർശമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ അതെ, ആർക്കിടെക്ചർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഗ്രാൻഡ് അങ്കിൾ വരുന്ന കാര്യം പറയുന്നുണ്ട്. അഗൈൻ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അറിയാതെ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ സംബഡി ടു ഫൈൻഡ് എ ഗേൾ ഹു ഇസ് അൺപ്രൊട്ടക്റ്റഡ്. ആൻഡ് ഒരു പെൺകുട്ടിക്ക് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മുടെ സ്ത്രീകൾക്ക് എല്ലാവർക്കും എങ്ങനെയൊക്കെയോ ഉള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. ആ ഇൻസ്റ്റിങ്ക്റ്റും വളരെ റിലേറ്റബിൾ ആയിട്ട് പുസ്തകത്തിലാണ് ഏർപ്പെടുത്തുന്നത്. അതും എനിക്ക് വളരെ വളരെ വൈകാരികമായിരുന്നു. ശരിയാണ്. അതുപോലെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തിരിച്ചു വരികയാണ്, എനിക്ക് വായിച്ചിട്ട് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയൊരു ഭാഗമാണ് ഞാനൊന്ന് വായിക്കാം. I am all for the unclimbed mountain, the unconquered moon, and weary of endless theories and explanations. It was almost as though for her to shine her light on her students and given them all she had, we, he and I, had to absorb her darkness. Today, though I am grateful for the gift of darkness, I learned to keep it close, to map it, to sift through its shades, to stare at it until it gave up its secrets. It turned out to be a route to freedom too. സൂര്യട്ടൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു ഒരു വാതിലാണ് ഈ പുസ്തകം. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം ഓരോന്നാണ്. ഇത് അരുന്ധതിയുടെ ക്ലോഷറും സ്വാതന്ത്ര്യവുമാണ് ഈ പുസ്തകം. തോന്നുന്നു അരുന്ധതിക്കാരായിരുന്നു മേരി എന്ന് പറയുന്ന അവസാനത്തെ ഒരു ഭാഗത്തുള്ള 2022 ജനുവരിയിൽ അമ്മയ്ക്ക് അയച്ച മെസ്സേജിന് അമ്മ മെസ്സേജ് അയക്കുകയാണ്, there is no one in the world whom I have loved more than you എന്ന് പറഞ്ഞ് അരുന്ധതിക്ക് എഴുതുകയാണ്. അരുന്ധതിന് അയച്ച മറുപടിയോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാൻ പോകും. ആ മറുപടി ഇതാണ്: You are the most unusual, wonderful woman I have ever known. I adore you. ഈ പറഞ്ഞതിനൊക്കെ അപ്പുറത്ത് മനുഷ്യരെ തമ്മിൽ അങ്ങനെ ഒരു ഉണ്ട് എന്നാണ് ഞാൻ I will even dare say there is no love even in her.
അല്ല, ഞാനത് കുറ്റമായിട്ട് പറഞ്ഞു. ലവ് എന്നല്ല ഞാൻ ലവ് പറഞ്ഞത്. നല്ല അഡോർ യു എന്ന് പറഞ്ഞെന്താ വെച്ചാല് ഇറ്റ് വാസ് മോർ എ പേഴ്സൺ ദാറ്റ് ഷീ ആക്ച്വലി അഡോർഡ്. ലവ് എന്ന് പറഞ്ഞ ഫീലിംഗ് ആ കുട്ടിക്ക് വളർത്താനുള്ള സാഹചര്യം ഈ സ്ത്രീ കൊടുത്തിട്ടില്ല. ദാറ്റ്സ് വൈ ഐ സെഡ് ഐ ആം നോട്ട് ബീയിങ്, നമ്മൾ ജഡ്ജ്മെന്റലായിട്ട് പറഞ്ഞതല്ല, ബട്ട് ദ വേർഡ്സ് സം ഓഫ് വാട്ട് ഷീ ഹാഡ് ഫോർ ഹർ മദർ. ഷീ ഹാഡ് ആബ്സല്യൂട്ട് അഡുലേഷൻ ഫോർ ഹർ മദർ. അത് ദാറ്റ് കംസ് ത്രൂ ഓൾ ദീസ് ചാപ്റ്റേഴ്സ്. കാരണം ഓരോ പ്രാവശ്യവും ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഷീ കീപ്സ് ഗോയിങ് ബാക്ക്. പക്ഷേ ഷീ ഈസ് ഓൾറെഡി ബുക്കിംഗ് ഹർ റിട്ടേൺ ടിക്കറ്റ് ഇൻ 2 days. ബിക്കോസ് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഈ ബാർക്കൻ തിരിച്ചു വരും. അപ്പോൾ അതിനു മുമ്പ് ഇവർക്ക് തിരിച്ചു പോകണം. ബിക്കോസ് നോബഡി എൽസ് മാറ്റേഴ്സ് ടു ഹർ മോർ ദാൻ ദാറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ അപ്പനെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ദർ ഇസ് നോ ഇമോഷണൽ കണക്ട് വിത്ത് ദം അറ്റ് ഓൾ. ഷീ ട്രൈസ് ടു ബൈ ഹിസ് ലവ്. ബ്രാഡ്മാൻ മെമ്മറബിലിയ, ടിക്കറ്റ്, ക്രിക്കറ്റ്, അവരുടെ റീഹാബിലിറ്റേഷൻ, അത് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ബട്ട് ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ഇമോഷണൽ കണക്ട് ബിറ്റ്വീൻ ദം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു ട്രോമറ്റൈസിംഗ് ആണ്. മദർ ഇങ്ങനെ, അച്ഛൻ ഇങ്ങനെ. വെർ ഷീ ഫൈൻഡിങ് ദ ലവ് ആൻഡ് അഫെക്ഷൻ ഫ്രം? പക്ഷെ ഒട്ടും ജഡ്ജ് ചെയ്യാതെയാണ് അയാളെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല. ആരെയും ജഡ്ജ് ചെയ്യാതെ വിത്ത് എംപതി തന്നെയാണ് എഴുതിയിരിക്കുന്നത് എല്ലാ കാര്യം. പക്ഷെ അത്രയും ഈ പ്രായം മുതൽ ഈ പ്രായം വരെ ഇത്രയും ഇവോൾവിംഗ് ഡൈനമിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത്രയും എംപതി ഉണ്ടാകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണ്. അതുപോലെ തന്നെ പേഴ്സന്റെ ക്വാളിറ്റി അവരുടെ ബില്ലില് അവസാനം this is there out on most newspapers also. അവരുടെ ബില്ലില് എല്ലാം LKC റോയുടെ ഭാര്യ, ദാറ്റ് ഇസ് അനദർ മേരി, കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. പക്ഷേ ലളിത് കുമാർ ഇൻസിസ്റ്റ് that you are Mary Roy's mother, daughter. You have to inherit something from her. അങ്ങനെയാണ് ആ മുറി ഡിസൈൻ ചെയ്യാനും ആ ഒരു വീടും ഇവർക്ക് കൊടുക്കുന്നത്. ബിക്കോസ് ഇപ്പൊ ആ വീട് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ ഈവൻ ബോദർ കമ്മിങ് ബാക്ക്. ബട്ട് there is one ray of hope there where she says the last bastion left in this entire country എന്ന് പറഞ്ഞ് അവർ പറയുന്നുണ്ട്. എന്നാൽ നല്ല കൊട്ട് ചർച്ചിനും നല്ല കൊട്ട് കമ്മ്യൂണിസ്റ്റിനും കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് നക്സൽവാദികളെ എതിർക്കുന്നു. This is what I heard in the church also, but with absolute lack of conviction. She is very clear about all these things. അവർക്ക് അവരുടെ മനസ്സിൽ വ്യക്തമായ ധാരണകൾ ഉണ്ട്. അത് തന്നെ അവര് ഈ അവരുടെ ബയോഗ്രഫിയിൽ കൂടി നന്നായി പറഞ്ഞു പോകുന്നുണ്ടെന്നാണ്. ഇതിനകത്ത് ഈ ലവ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ എലിമെന്റ് മാത്രമാണോ എന്നുള്ള ചോദ്യമുണ്ട്. അടിസ്ഥാനപരമായിട്ട് ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം പേർക്കും അരുന്ധതി റോയ് രാജ്യദ്രോഹിയാണ്. ഇന്ത്യയിലെ സമൂഹത്തിലെ ഭൂരിപക്ഷം പേര് രാജ്യദ്രോഹി, ഇന്നത് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഇന്ത്യയെ ഏറ്റവും അറിഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ മുന്നിൽ നമുക്കറിയാവുന്ന വിദേശത്തെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അറിഞ്ഞ, ഇന്ത്യ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അരുന്ധതി. അപ്പോൾ അവിടെ ലവ് അങ്ങനെയാണ് വരുന്നത്. മനസ്സിലാക്കുക എന്ന് പറയുന്ന ലവ്. അതുപോലെ തന്നെ അമ്മയെ മനസ്സിലാക്കിയവരാണെന്ന രീതിയിൽ അവർ തമ്മിൽ വളരെ അഗാധമായ ലവ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എനിക്കൊന്നും ഇങ്ങനെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. താങ്ക് യു. സുധീർ സാർ ജസ്റ്റ് ഒരു ഇതാണ്, ഞാൻ ഒരു BJP അനുകൂല ചാനലിൽ ഇതിനെക്കുറിച്ച് ചർച്ച വന്നിരുന്നു. അപ്പൊ അതില് അവർ പറഞ്ഞ ഇവരുടെ അമ്മയെ കുറിച്ചുള്ള കാസ്റ്റേസ്റ്റ് ആരോപണങ്ങൾ ഇവർ ഭയങ്കര ഇതില് ജാതി പറഞ്ഞുള്ള ആരോപണങ്ങൾ വരുന്നു. പിന്നെ ഇവരുടെ പ്രദീപിന്റെ ഭാര്യയൊക്കെ, പ്രദീപിന്റെ മദർ വളരെ നല്ല ഇംഗ്ലീഷ് പറയുമായിരുന്നു. അപ്പൊ അവരുടെ ഇംഗ്ലീഷിനെ കുറിച്ച് ക്യൂസ് ഇംഗ്ലീഷ് കേട്ടിട്ട് ഞങ്ങളെല്ലാം പുച്ഛിക്കുമായിരുന്നു. അപ്പൊ മൊത്തം ഇതിലൊരു ഇവരുടെ ഒരു കണ്ടംപ്റ്റും ഒരു പുച്ഛമാണ് ഇതിൽ നിഴലിക്കുന്നു എന്ന് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ പഴയൊരു. പിന്നെ അതുകൂടാതെ അതിൽ വേറൊരു റെഫറൻസ് പുള്ളി പറയുന്നത്, ഇവരുടെ അമ്മ നടത്തിയ ഒരു സ്കൂളിന്റെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ സ്ഥലം ഏറ്റെടുത്തു. അപ്പൊ ഒരു വിശ്വകർമാവ് ആയ ഒരാളുടെ സ്ഥലം അയാളെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ ഇവര് ചെയ്തവര് അയാളുടെ അതിർത്തിയോട് ചേർന്ന് അവരോട് ഒരു പശു ഫാമ, പന്നി ഫാമ തുടങ്ങി. അങ്ങനെ അവരെ തുരത്തി ഓടിക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ ഉന്നയിക്കണമെന്ന് വെച്ചാൽ ഇവര് നർമ്മദ ബച്ചാവോ ആന്തോളൻ അങ്ങനെയുള്ളവരിലൊക്കെ ഇതിനെതിരെയൊക്കെ അടിച്ച് ഒഴിപ്പിക്കുന്നതിരെ എല്ലാം അന്നടിക്കുന്നവര് സ്വന്തം ജീവിതത്തിൽ തന്നെ കണ്ട് ഇതേപോലത്തെ രീതിയിലുള്ള ഈ സമീപനങ്ങളുടെ ഇതാണ്. ഇതൊരു നിപ്പിക്കിംഗ് പോലെ പൊളിച്ച് പറഞ്ഞാൽ അപ്പൊ പുസ്തകം വായിച്ച സ്ഥിതിക്ക് ക്ലാരിഫിക്കേഷൻ തന്നെ പുസ്തകത്തെ നല്ലത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനുണ്ട്. കാരണം കൊച്ചുനാളി മുതൽ അരുന്ധതി റോയും മേരി റോയും നിറഞ്ഞു വരുന്ന വളർന്ന ആളാണ്. കാരണം
എൻ്റെ ചേട്ടൻ പഠിച്ചിരുന്നത് കോർപ്പസ് ക്രിസ്റ്റിയിലാണ്, അന്ന് പള്ളിക്കൂടമല്ല. അപ്പോൾ അന്ന് ഈ പള്ളിക്കൂടത്തിലെ മേരി റോയ് എന്ന് പറയുന്നത് നമുക്കിതിനകത്തെല്ലാം ഇപ്പോൾ ഓട്ടോഫെക്ഷൻ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന് നമുക്ക് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ വായിക്കുമ്പോൾ അത് മുഴുവൻ നാലപ്പാട്ട് കുടുംബത്തിൽ നടന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഭാവന കുഴഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോൾ ആത്മകഥയെ വായിക്കേണ്ടത് എങ്ങനെയെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുമ്പോൾ എൻ്റെ മുമ്പിലുണ്ടാകുന്ന 2-3 പുസ്തകങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുള്ള എൻ്റെ കഥയും EMSൻ്റെ ആത്മകഥയും കണ്ണീരും കിനാവും എന്ന് പറയുന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ പുസ്തകവും ജീവിതപാതയുമാണ്. ഇത് ഒരെണ്ണം കൃത്യമായിട്ടും തൻ്റെ ജീവിതത്തിനെ മറ്റൊരു സംഗതിയിലേക്ക് ഭാവനയിലേക്ക് പറത്തിയെന്ന് വിടുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു കർട്ടൻ ഇട്ടേക്കുന്ന മുറിയിലെ മതിലുള്ള മുറിയും കർട്ടനുള്ള മുറിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ കാറ്റത്ത് കർട്ടൻ ഇങ്ങോട്ട് ഇളകി കഴിയുമ്പോഴത്തേക്ക് ഈ മുറിയുടെ വിസ്തീർണം ഇവിടം വരെയായി, അത് ഇങ്ങോട്ടാകുമ്പോഴത്തേന് ഇപ്പുറത്തെ മുറിയുടെ വിസ്തീർണം ഇങ്ങോട്ടായി. പക്ഷെ മതിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. ഈ മതിൽ വെച്ച പോലെയാണ് EMSൻ്റെ ആത്മാവ് വെച്ചത്. കാരണം ആ നാടിൻ്റെ ചരിത്രവും പരിപാടിയും സംഗതിയും എല്ലാം ഉണ്ട്. ഞാനില്ല, ആത്മാവ് എന്ന് പറയുന്നൊരു സാധനമില്ല. മറ്റതിനകത്ത് ആത്മത്തിൻ്റെ ഭാവനാത്മകമായിട്ടുള്ള സഞ്ചാരങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ VT ഭട്ടതിരിപ്പാട് വളരെ കൃത്യമായിട്ട് നാടിൻ്റെ ചരിത്രമുണ്ട്, ഞാനുണ്ട്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സംഗതികളുണ്ട്. ഇത് 3 തരത്തിൽ നമുക്ക് അല്ലെങ്കിൽ ജീവിതപാത എടുക്കുമ്പോൾ മറ്റൊരു സമീപനമാണ്. അപ്പോൾ നമുക്ക് ഒരു ആത്മകഥയെ എന്ത് മീറ്ററിലാണ് നമ്മൾ പിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനങ്ങനെ നിയമങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അരുന്ധതി റോയ് പറയുന്ന മേരി റോയ് അല്ലാത്തൊരു മേരി റോയ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന മാതൃകാ വനിതയായിട്ട് നിൽക്കുന്ന മേരി റോയ്, ഞാനൊരിക്കലും മേരി റോയ് എന്ന് പറയുന്ന ഒരാളെ മാതൃകാ വനിതയായിട്ട് അവരുടെ പോരാട്ടങ്ങളെ എല്ലാം ഞാൻ സല്യൂട്ട് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളെ ചാട്ടക്കടിക്കുന്ന ഞാൻ അധ്യാപകനാണ്. എൻ്റെ മാതൃകാ അധ്യാപിക അല്ല മേരി റോയ്. അത് ബിപിൻ എന്ന് പറയുന്ന എൻ്റെ ജനാധിപത്യ മൂല്യങ്ങളും എൻ്റെ അധ്യാപനത്തെ സംബന്ധിക്കുന്ന സങ്കല്പങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ മേരി റോയെ നോക്കുമ്പോൾ ഒരിക്കലും അഡോറബിളായിട്ടുള്ള ഒരു ടീച്ചറല്ല അവർ. ഒരു വിദ്യാർത്ഥി അവർ നോണ പറഞ്ഞു എന്നുള്ള മറ്റേ കാര്യത്തിന് വിദ്യാർത്ഥിയെ ചാട്ടക്കടിക്കുന്ന മേരി റോയി എനിക്ക് അഡോർ ചെയ്യാൻ പറ്റത്തില്ല ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ. അത് എൻ്റെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് എൻ്റെ മേരി റോയിയെ ആവിഷ്കരിക്കാം. അരുന്ധതി റോയ്ക്ക് അവരുടെ അമ്മയെ ആവിഷ്കരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ ആരുടെയും വ്യക്തിജീവിതം നോക്കിക്കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും രസമുള്ള സംഗതി MP നാരായണപിള്ള ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആത്മകഥയെ പറ്റി എന്താണ് കമൻ്റ് അടിക്കുക എന്നുള്ള എനിക്ക് ഭയങ്കര കൗതുകമുള്ളൊരു ചോദ്യമാണ്. അന്ന് ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ എഴുതിയ ടൈറ്റിലാണ് EMSനെ കുപ്പിയിലിറക്കിയ സർഗപ്രതിഭ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അപ്പോൾ ഇത് അത്ര അതിലും ഗംഭീരം പറഞ്ഞില്ല, അയ്മനം വരുന്നത് എന്ന് പറഞ്ഞൊരു പൈങ്കിളി നോവലായിട്ട് ഇറങ്ങിയത് അല്ല. പുള്ളിക്കാരൻ മറ്റേ വലിച്ചു കയറി പുള്ളിയുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, വലിച്ചു കയറി പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളതാണല്ലോ അതിലൊരു സംഭവം. പുള്ളി വളരെ പുള്ളിയുടേതായിട്ടുള്ള ഒരു യുക്തിയാണ് അതിനകത്ത് പ്രയോഗിക്കുന്നത്, ഒരു കുയുക്തി എന്ന് വേണമെങ്കിൽ പറയാം. ആ കുയുക്തി കറക്റ്റല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് MP നാരായണപിള്ള പോലെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വളരെ സ്വീകാര്യമായിട്ടുള്ള യുക്തിയിലാണ് അദ്ദേഹം യുക്തിഭദ്രമായിട്ട് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിനെ സ്കറിയ സക്രിയ സാറ് ഗംഭീരമായൊരു പഠനത്തിനകത്ത് ഒളിച്ചു കളയുന്നുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ എങ്ങനെയാണ് അതൊരു നീരാട്ടുകടവ് പോലെ നമുക്ക് കൊണ്ടു നടക്കണം, അതോ പിള്ളേർ കുത്തിമറിയുന്ന ഒരു കുളിക്കടവായിട്ട് കൽപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പുണ്യതീർത്ഥമായിട്ട് നമ്മൾ ഭാഷയെ നിലനിർത്തണം എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ സംഭവം മലയാളം വേറെയിടത്തും മറ്റേ വളരെ സുപ്രസിദ്ധമായിട്ടുള്ള മലയാളം പ്രയോഗമുണ്ട് കേട്ടോ. വെപ്പര വെപ്പര പേരൊക്കെ ഒറ്റക്കാല ചുറ്റപ്പ എൻ്റെ പറമ്പിൽ തൂറല്ലേ ചേട്ടൻ്റെ പറമ്പിൽ തൂറിക്കുക എന്ന് പറയുന്ന മലയാളം കൃത്യമായിട്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ ഉണ്ട്. അപ്പോൾ ഈ ഇച്ചിരി വട്ടുള്ള കോട്ടയംകാരൻ എന്ന് പറഞ്ഞാൽ ഈ ഇച്ചിരി വട്ടുള്ള കോട്ടയംകാർ എന്ന് പറയുന്ന ഒരു സംഭവം കോട്ടയത്തിൻ്റെതായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ വേരുകളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അവരുടെ ജനിതഘടന, അവിടുത്തെ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരത്തിനെ കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ആവിഷ്കരിക്കുന്നതിൻ്റെ ഒരു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് അതിനകത്ത്. ഇവിടെയൊക്കെ തന്നെ ഈ ദായകർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അമ്മൂമ്മ കൊച്ചുമകളോട് ഇടപെടുന്ന രീതികളുടെ ഒക്കെ ഇത്തരം വലിയ വേരുകൾ ഇതിനകത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാനോ കിളച്ചെടുക്കാനോ ഒക്കെ ഉണ്ട്. പായ്മനം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കോട്ടയംകാരൻ എന്നുള്ള നിലയിൽ ആദ്യമേ ഉണ്ടാകുന്ന സംഭവം അവർ പിന്തുടർച്ചാവകാശ സാധനത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പ്രായവും പടുതിയൊക്കെ ആയി കഴിയുമ്പോൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാകുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും വലിയ ശത്രുത ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഈഗോ ആയിരുന്നു. ഒന്ന്, എൻ്റെ ചേട്ടന് ഭീകരമായിട്ടുള്ള ഇംഗ്ലീഷ് അറിയാം, ഭീകരമായിട്ട്. പുള്ളിക്കാരൻ ഫ്രാൻസ് റോബിൻസൺ കൺട്രിമൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ചു കീച്ചുമ്പോൾ നാട്ടിൻപുറത്തെ സ്കൂളിൽ നിന്നിട്ട് ഇവിടെ ഏതോ ഒരു വിദേശ സർവകലാശാലയിൽ നടക്കുന്ന പോലത്തെ എന്തോ ഒരു മറ്റേ ജർമ്മനിയിലോ അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിലോ ഒക്കെ നടക്കുന്ന പോലത്തെ കാര്യങ്ങളാണ് ആ സ്കൂളിനകത്ത് നടക്കുന്നത്. ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ ചേട്ടച്ചാർ വന്നിട്ട് ഇവിടെ സ്കൂളിൽ ഭയങ്കര ഷൈനിങ് പരിപാടി സംഭവങ്ങളൊക്കെ. അവിടെ തന്നെ ഒരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറയുന്ന ഒരു ഈഗോ. എൻ്റെ ചേട്ടൻ കാണിക്കുന്ന ഒരു പരിപാടി എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ ആകെപ്പാടെ അറിയാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ മലയാള ഭാഷയാണ്.
കാരണം പള്ളിക്കൂട സ്കൂളായിരുന്നു. കാരണം പള്ളിക്കൂട സ്കൂളിൽ അന്ന് മലയാള ഭാഷയ്ക്ക് യാതൊരു പ്രാമുഖ്യവുമില്ലായിരുന്നു. അത് നേരെ തിരിഞ്ഞ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പ്രാഥമിക ക്ലാസ്സുകളിൽ അവിടെ മലയാളമാകണമെന്ന് പറയുന്ന വല്ലാത്തൊരു പാരഡൈം ഷിഫ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ, അല്ലെങ്കിൽ കോട്ടയം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഈ എൻക്രോച്ച്മെൻറ്റിൻ്റെയൊക്കെ സംഭവം ചിലപ്പോൾ സത്യമാകാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. രാമേന്ദ്രൻ ചുമ്മാ അങ്ങനെ പറയുന്ന ആളുമല്ല. മറ്റേ അതിനകത്ത് ഈ ശത്രുതയും സാധനവും ഒക്കെ വരും. അത് തന്നെ എനിക്ക് അതിനോട് ചൂണ്ടിച്ചേർത്ത് പറയാനുള്ളത്. പിന്നെ ഒന്ന്, അവർക്കും ഇഗ്നോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രസക്തി. BJP-യുടെ ഒരു ചാനലിനോ അല്ലെങ്കിൽ രാമേന്ദ്രനോ ഇത് ഇഗ്നോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളിടത്താണ് അതാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. സോ യൂണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് അടിസ്ഥാനപരമായിട്ട് BJP കൊണ്ടു നടക്കുന്നത്. രാമേന്ദ്ര പ്യൂരിറ്റി എന്ന് പറഞ്ഞ ഇവിടെ എത്തില്ല. അപ്പൊ ഈ പ്യൂരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മുടെ എല്ലാം ഈ സംസാരത്തിൽ പോലും നമ്മൾ മാതൃത്വം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു പ്യൂരിറ്റിയുടെ അംശം വരുന്നുണ്ട്. അതാണ് അതിന്റെ പ്രതിസന്ധി. ഒരിടത്തും ഈ അംശമില്ലാതെ എഴുതപ്പെട്ട പുസ്തകം എന്നുള്ളതുകൊണ്ടാണ് അരുന്ധതി മാറി നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ആ കാലത്ത് മേരി റോയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അടിച്ചതിന്റെ ബിപിൻ പറഞ്ഞതെന്ന് വെച്ചാൽ കാലത്തിന്റെ പ്രശ്നമുണ്ട്. കാഴ്ചപ്പാട് മാറുന്നുണ്ട്. കാലത്ത് ഇംഗ്ലീഷ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിലാണ് കോട്ടയത്ത് അങ്ങനെ വരുന്നത്. അടിക്കുക എന്ന് പറയുന്നത്, കുട്ടികളെ അടിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല എന്ന് പറയുന്നൊരു ബോധ്യം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് അടിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇതെല്ലാം അതിനകത്ത് പ്രസക്തമാണ്. അപ്പൊ അതല്ല ഇതിനകത്ത് ഇമ്മെറ്റീരിയലായ കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായി ഇത് ഒരു ലോകവീക്ഷണത്തിൽ വായിക്കുമ്പോൾ മാത്രമേ ആ പുസ്തകം ഇതിനെ നമ്മൾ വിശുദ്ധി എന്നുള്ള സംഗതിയിലോ ഈ നമ്മൾ എലവേറ്റ് ചെയ്തിട്ട് നമ്മൾ സാഹിത്യനായകൻ എഴുതുന്ന അല്ലെങ്കിൽ അവരുടെ അമ്മയെ പറ്റി എഴുതുന്ന ഒരു പുസ്തകത്തിനെ നമ്മൾ ഈ എലവേറ്റ് ചെയ്തിട്ട് ഈ മാതൃത്വം എന്ന് പറയുന്ന വാക്കൊക്കെ തന്നെ, ഞാൻ ഈ നോവലിനെ അല്ലെങ്കിൽ ആത്മകഥയെ വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് 2 വരവാണ് ഒരേ സമയത്ത് വന്നത്. മദർ മേരി കംസ് ടു മീ, മേരി മാതാവിനിലേക്ക് വരുന്നു. വേറൊരു കക്ഷിയും കൂടെ ഇറങ്ങി വന്നായിരുന്നു അതേ സമയത്ത് തന്നെ. കൂലി പടത്തിനകത്ത് മോനിക്ക ബലൂച്ചി ഇറങ്ങി വന്നാച്ച് എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ 2 തരത്തിൽ മോനിക്ക ബലൂച്ചി ആരാണ്? മലയാളം സിനിമയ്ക്കകത്ത് നഗ്നതയുടെ രതിയുടെ ഒക്കെ ഏറ്റവും വലിയ ബിംബമായിട്ടുള്ള മോനിക്ക ബലൂച്ചി ഒരു സൈഡിൽ കൂടെ തിരശ്ശീലയിൽ ഇറങ്ങി വരുമ്പോൾ അപ്പുറത്ത് മേരി മാതാവ് വേറൊരു തരത്തിൽ ഇറങ്ങി വരുന്നു. ഇത് 2ഉം വിശുദ്ധിയുടെ പ്രതീകങ്ങളെ അല്ല. ഒരു ഗ്രാമം മൊത്തം കാമനയോടുകൂടി കണ്ടിരുന്ന മറ്റെന്തോ ആയിരുന്നു ഒരു സ്ത്രീ. ആ സ്ത്രീ അതിനെ പറ്റിയിട്ട് അറിയാത്തൊരു തമിഴ്നാട്ടിലെ ഏത് പ്രേക്ഷകനാണ് മോനിക്ക ബലൂച്ചി ആരാണെന്നുള്ളത് അറിയുക? കുറച്ച് മലയാളം കണ്ടിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അപ്പം മോനിക്ക ബലൂച്ചി എന്ന് പറയുന്ന വലിയൊരു സെക്സ് സിമ്പൽ ഒരു പടത്തിലെ പാട്ടിലൂടെ കോടിക്കണക്കിന് വ്യൂസിലേക്ക് ഒരു സൈഡിൽ ഇറങ്ങി വരുമ്പോൾ മറ്റൊരു തരത്തിലുള്ള ഒരു സിമ്പൽ, മാതൃത്വത്തിനെ നേരെ ഡിമോളിഷ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിമ്പൽ വേറൊരു ആത്മകഥയിലൂടെ ഇറങ്ങി വന്നിട്ട്, ഒന്ന് തിരശ്ശീലയിലൂടെ ഇറങ്ങി വരുമ്പോൾ, ഒന്ന് കടലാസിലൂടെ ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയിൽ മാത്രമല്ല ഇലക്ട്രോണിക് മീഡിയയിലാണെങ്കിൽ പോലും അക്ഷരങ്ങളിലൂടെ ഇറങ്ങി വന്നിട്ട് 2 തരത്തിൽ ആൾക്കാരെ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ അനന്തമായ വായനകൾ, തുടരന്വേഷണങ്ങൾ, കിളക്കലുകൾ, വേരന്വേഷണങ്ങളൊക്കെ നടക്കുക തന്നെ ചെയ്യും. നമ്മളിത് ഒരു എന്താണ് രാമചന്ദ്രൻ പറഞ്ഞു നിർത്തുന്നത് പോലെ ഇവർ ക്രൂര, ഇവർ പരിശുദ്ധ, ഇവർ മറ്റേ രാഷ്ട്രമാതാവ്, ഇവർ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ കള്ളിക്കകത്ത് ഒതുക്കി വെക്കുന്ന പരിപാടിക്കകത്ത് നിർത്തേണ്ട കാര്യമില്ല. ഇത് ഒരു സ്ത്രീയെ, നമ്മുടെ വീട്ടകങ്ങളിലെ സ്ത്രീകളെ, നമ്മുടെ അമ്മമാരെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ മക്കളെ, പെൺമക്കളെ ഒക്കെ നോക്കിക്കാണാനും അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ പുതിയ റെവലേഷൻസ് നമുക്ക് തരുന്ന തരത്തിലുള്ള വായനകളിലേക്ക് ഇതിനെ നീട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ വായനയുടെ ധർമ്മം. അല്ലാതെ മേരി റോയ് എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നുള്ളത് വലിയൊരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. തുടങ്ങിയ ഭാഗത്ത് തന്നെ അവിടെ തന്നെ പറയാൻ തോന്നുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണേണ്ടതില്ല. നമ്മുടെ ബന്ധങ്ങളൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഗ്രേയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെല്ലാം ഗ്രേ ആണ്. ആ ഗ്രേ അതിൽ കൂടുതലും കുറവും ഉണ്ടാവും, അത്രേ ഉള്ളൂ. ബട്ട് ദ ലൈഫ് ഇസ് ഗ്രേ, വി ലിവ് ഇൻ ഗ്രേ. അങ്ങനെ ഗ്രേ ഏരിയാസ് വായനയിലൂടെ അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ സ്വീകരിക്കാൻ സാധിക്കുന്നവർ വായിച്ചാലേ കാര്യമുള്ളൂ. സാഹിത്യത്തെ പോലും മഹത്തായ ഒരു കാര്യമായിട്ട് കരുതുന്നില്ല എന്നുള്ളതാണ്. സാഹചര്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, സാഹചര്യം ലോകത്തെ സൃഷ്ടിക്കുന്നു. മേരി റോയെ തിരുത്തിയ ഒരാളും കൂടെ ആണ്. കാരണം അവരുടെ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ടാബുണ്ട്. അതിനകത്ത് ഒരു നെടുങ്ക മീനുണ്ട്, മോബിഡിക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കൈയിട്ട് ഈ സാധനം വന്ന് എൻ്റെ വിരൽ വെട്ടിയെടുത്തോണ്ട് പോയാന്. കാരണം എൻ്റെ അത്ര വലിപ്പമുള്ളൊരു മീനാണ് കിടക്കുന്നത്, മോബിഡിക്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് പിള്ളേർക്ക് കൈയിടാൻ പറ്റുന്ന പരുവത്തിലായിരുന്നു ഈ സാധനം ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ അരുന്ധതി റോയിയെ ആദ്യമായിട്ട് കാണുന്നത്. വിചിത്രമായ വേഷം ധരിച്ചിട്ടുള്ള, ആണാണോ പെണ്ണാണോ ജിപ്സിയാണോ എന്താണെന്ന് അറിയാൻ മേലാത്ത ഒരു സ്ത്രീയും അവരുടെ അതിനേക്കാൾ വിചിത്ര വേഷധാരിയായിട്ടുള്ള വട്ടപ്പൊട്ടൊക്കെ തൊട്ടിട്ടുള്ള ഒരു അമ്മച്ചിയും കൂടെ നടന്നു വരുന്നു.
കാറിക്കൊണ്ട് കൂവിക്കൊണ്ട് വരുന്നത്. എൻ്റെ കയ്യിൽ ഈ മീൻ ഇങ്ങനെ വരുമ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെ കൈ തട്ടി ഇങ്ങ് കളയുകയായിരുന്നു. അന്നാണ് ഈ 2 കക്ഷികളെ ഞാൻ കണ്ടത്. അപ്പോൾ ആ കാഴ്ച മറ്റേ കണ്ടോണ്ട് വന്നുകൊണ്ട് തന്നെ അവരതിനൊരു സംരക്ഷണ പരിപാടി, പിള്ളേരുള്ള സ്കൂളിൽ കുറച്ചുകൂടെയൊക്കെ സുരക്ഷ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് എത്തിച്ചതിൽ ഒരു ചെറിയ പങ്ക് എനിക്കുണ്ട്. അതാണ് എൻ്റെ ഓർമ്മ. അപ്പൊ എന്തായാലും വായിച്ചവർക്ക് എല്ലാവർക്കും ഒന്നുകൂടെ വായിച്ചൊരു പ്രതീതി ഉണ്ടായെന്നും വായിക്കാത്തവർക്ക് വായിക്കാൻ ഒരു പ്രചോദനം ഉണ്ടായെന്നും കരുതുന്നു. ഇനി അടുത്ത വായനക്കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു പുതിയ പുസ്തകവുമായി ഒത്തുകൂടാം. താങ്ക് യു.